ഹലോ, ഓക്കെ അല്ല? അപ്പോൾ ഒരുപാട് സന്തോഷം. നാളെ ഏപ്രിൽ 15 വിഷുവാണ്. അപ്പോൾ ഇന്ന് എന്താണ് എക്കോ സൗണ്ടൊന്നും കറക്റ്റ് ചെയ്യണം. എക്കോ അടിക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. ഹലോ, മൈക്ക് ഉണ്ടല്ലേ? ആ, നല്ല എക്കോ ഉണ്ടോ? ഓക്കെ ആണോ? ഓക്കെ, ഹലോ, വെൽക്കം ഡിയർ മീഡിയ ഫ്രണ്ട്സ്, ഗുഡ് ഈവനിങ്. സോ നമ്മൾ ഇത്രയും നാളെ വെയിറ്റ് ചെയ്ത് നമ്മുടെ പള്ളിച്ചേട്ടൻ ബി ഹിയർ ഇറ്റ്സ് കമ്മിങ്. ഇത്രയും ദിവസം നമ്മുടെ കൂടെ നിന്ന് മീഡിയ സുഹൃത്തുക്കളോടും എല്ലാവരോടും ആദ്യത്തെ നന്ദി പറയാണ്. സോ നമ്മുടെ പടം നാളെ റിലീസാവുകയാണ്. എനിക്ക് റിക്വസ്റ്റുകൾ, നമ്മുടെ പടത്തിനെ പറ്റി സംസാരിക്കാൻ വേണ്ടിയുള്ള പ്രസ് മീറ്റാണ്. ഇറ്റ്സ് ഓൺലി അബൌട്ട് പള്ളിച്ചേട്ടൻ ബി. പ്ലീസ് ഔട്ട് ഓഫ് ദ ബോക്സ് ഒന്നും പോകരുത്. അങ്ങനെ പോയി കഴിഞ്ഞാൽ ഞാൻ എന്നോട് ആർക്കും വിഷമം തോന്നരുത്. ഓക്കെ, താങ്ക് യു ഗൈസ്. അപ്പോൾ ഒരുപാട് സന്തോഷം. താങ്ക് യു അക്ഷയ്. അപ്പോൾ ഒരുപാട് സന്തോഷം. നാളെ ഏപ്രിൽ 15 വിഷുവാണ്. അപ്പോൾ വിഷുവിന് മുന്നേ നിങ്ങളെല്ലാവരും കാണാൻ സാധിച്ചു, നിങ്ങളെല്ലാവരും വന്നു. അപ്പോൾ നമുക്കൊന്നൊരു മീറ്റ് ദ പ്രസ് എന്ന് പറയുന്ന പോലെ നിങ്ങളൊന്ന് കാണുക, നമ്മളങ്ങനെ ഫൈനലി ഒന്ന് അഡ്രസ്സ് ചെയ്യുക. നമ്മളുടെ സിനിമ നാളെ റിലീസ് ചെയ്യാണ് പള്ളിച്ചട്ടമ്പി. എനിക്ക് തോന്നുന്നു നമ്മൾ ഏപ്രിൽ 9 നമ്മൾ പ്ലാൻ ചെയ്തു. പിന്നെ ഇലക്ഷൻ കാരണം 10 മാറ്റി. പിന്നീട് സെൻസർ ഇലക്ഷൻ കാരണം തന്നെ നമുക്ക് അവിടെ നിന്ന് മാറ്റി 15 എത്തേണ്ട വന്നു. അങ്ങനെ ഫൈനലി ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമുണ്ട് വിഷു ദിവസം നിങ്ങളുടെ മുമ്പിലേക്ക് നമ്മുടെ സിനിമ എത്തിക്കാൻ സാധിച്ചതിൽ. നിങ്ങളുടെ ട്രെയിലറും പാട്ടും ഇതെല്ലാം കണ്ടു എന്ന് എനിക്ക് തോന്നുന്നു. ഒരുപാട് സന്തോഷം. മാക്സിമം സപ്പോർട്ടാണ്. ഇപ്പോൾ നമ്മൾ ബുക്കിങ്സ് ഇന്നലെ സ്റ്റാർട്ട് ചെയ്തു. നല്ല റെസ്പോൺസ് ഉണ്ട്. ഒരുപാട് സന്തോഷമുണ്ട് നിങ്ങളുടെ മുമ്പിലേക്ക് നമ്മുടെ സിനിമ എത്തിച്ചതിൽ. അങ്ങനെ നാളെ ഞങ്ങളുടെ പള്ളിച്ചട്ടമ്പി നിങ്ങളുടെ പള്ളിച്ചട്ടമ്പി ആവുകയാണ്, നമ്മുടെ പള്ളിച്ചട്ടമ്പിയാണ്. അപ്പോൾ എന്തായാലും വിഷു ദിവസം പൊളിക്കാനായിട്ട് നമ്മളെത്തി. ഇതാണ് ഒന്ന് അഡ്രസ്സ് ചെയ്യുക, നിങ്ങളായിട്ടൊന്ന് പങ്കിടുക ഞങ്ങളുടെ സന്തോഷം. ഇതാണ് നമ്മൾ ഉദ്ദേശിച്ചത്. ഹലോ, എല്ലാവർക്കും അഡ്വാൻസ് ഹാപ്പി വിഷു. അപ്പോൾ നമ്മൾ ആദ്യം പ്ലാൻ ചെയ്തിരുന്ന ഡേറ്റ് അല്ലെങ്കിലും എനിക്ക് തോന്നുന്നു ഇതാണ് ഇപ്പോഴാണ് കറക്റ്റ് ഡേറ്റ് ആയത്. അതൊരു ഞങ്ങളുടെ ഭാഗത്തുനിന്നുള്ളൊരു വിഷു കൈനീട്ടമായിട്ട് കരുതുക. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ സിനിമ ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. ഇത് എൻ്റെ അടുത്ത് ഡിജോ സുരേഷ് ചേട്ടനും 2018 അവസാനത്തിൽ ഇതിൻ്റെ കഥ പറഞ്ഞപ്പോൾ മുതൽ ഞാൻ വളരെ എക്സൈറ്റഡ് ആയിട്ടുള്ളൊരു എലമെൻ്റ് അത് ഇപ്പോഴും ഈ സിനിമയിൽ വളരെ നന്നായി തന്നെ പ്രതിഫലിക്കുന്നുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പക്ഷേ ഇപ്പോൾ ഒരു ദിവസം കൂടെ ഉള്ളൂ. അപ്പോൾ ഈ സിനിമ നാളെ റിലീസാവുകയാണ്. അപ്പോൾ ഞങ്ങളിതിനെ പറ്റിയിട്ട് എന്തൊക്കെ അവകാശവാദങ്ങൾ പറയുന്നു അതിനേക്കാളൊക്കെ ഉപരി ഒരു ദിവസം കൂടെ നാളെ വൈകുന്നേരം ഈ സമയത്ത് നിങ്ങൾ പലരും ഈ സിനിമ കണ്ടിട്ടുണ്ടോ, അപ്പോൾ നിങ്ങൾക്ക് നേരിട്ട് അറിയാനും പറ്റുമായിരിക്കും. അപ്പോൾ ഞങ്ങൾ വളരെ പ്രതീക്ഷയോടെയും ആത്മാർത്ഥതയോടെയും തന്നെ ചെയ്തിട്ടുള്ളൊരു സിനിമയാണ്. നാളെ രാവിലെ മുതൽ അത് ഞങ്ങളുടെ മാത്രം സിനിമയല്ല, നിങ്ങളുടെയും കൂടെ സിനിമയാണ്. അത്യന്തികമായിട്ട് നിങ്ങളെ എൻ്റർടൈൻ ചെയ്യിക്കുക എന്നുള്ളതാണ് ഞങ്ങൾ ചെയ്യുന്ന ഓരോ സിനിമകളുടെയും ഉദ്ദേശം. അത് ഈ സിനിമ കൊണ്ട് നടക്കട്ടെ, സംഭവിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. ഇപ്പോൾ നല്ല നല്ല കലക്കനായിട്ട് മലയാള സിനിമയിൽ നല്ല നല്ല വലിയ വലിയ ഹിറ്റുകൾ, അത് എന്താ പറയുക, നമുക്കതിനകത്ത് ഈ പറഞ്ഞ പോലെ വരുന്നതിന് മുമ്പ് ഹൈപ്പോ ആൻറ്റിസിപ്പേഷനും ഇതിനേക്കാളൊക്കെ അപ്പുറത്ത് സിനിമയുടെ കണ്ടന്റ് കണ്ടിട്ടാണ് ആൾക്കാർ സിനിമകൾ വിജയിപ്പിക്കുന്നത്. അതാണ് ഒരു സിനിമാ വ്യവസായത്തിൻ്റെ ഏറ്റവും നല്ല ലക്ഷണം എന്ന് എനിക്ക് തോന്നുന്നു. അതങ്ങനെ തന്നെ തുടരട്ടെ. നല്ല സിനിമകൾ മാത്രം വിജയിക്കട്ടെ എപ്പോഴും എന്നാഗ്രഹിക്കുന്നു. ഇനിയും നല്ല സിനിമകളുടെ ഭാഗമാവാൻ എനിക്കും പറ്റട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഈ സിനിമയ്ക്ക് ഞങ്ങളുടെ ക്രൂവിനും കാസ്റ്റിനും എല്ലാവർക്കും എന്താ പറയുക, എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നാളത്തേക്ക്. ഒപ്പം നാളെ നിങ്ങൾക്ക് ഈ സിനിമ കാണാം, കണ്ട് നിങ്ങൾക്ക് വിലയിരുത്താം. നിങ്ങൾക്ക് ഇഷ്ടപ്പെടാം, ഇഷ്ടപ്പെടാതിരിക്കാം, അതൊക്കെ നിങ്ങളുടെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായങ്ങളാണ്. ഇഷ്ടപ്പെട്ടാൽ
ഇതിനകത്ത് പൈസ മുടക്കിയിരുന്നു ആ പാവത്തിൻ്റെ മുഖമൊന്നും ഇഷ്ടപ്പെട്ടാൽ മാത്രം അത് മറ്റുള്ളവരോട് കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ ആ പാവത്തിൻ്റെ മുഖത്ത് ഈ പുഞ്ചിരി എന്തുണ്ടാവും. ഓക്കെ, സന്തോഷം, താങ്ക് യു. 2018 മുതൽ ഞാനും ഡിജോയും കണ്ടു തുടങ്ങിയ ഒരു സ്വപ്നമാണ്. അതിലേക്ക് പിന്നെ ടോബി എത്തുന്നു. പിന്നെ അത് ഞങ്ങൾ ഒരുമിച്ച് കണ്ട ഒരു സ്വപ്നമാണ് ഇപ്പോൾ യാഥാർത്ഥ്യമാകുന്നു. ഒരുപാട് സന്തോഷമുണ്ട്. വിഷുദിനത്തിൽ തന്നെ ഈ സിനിമ ഇറങ്ങുന്നത്. ഇതിൻ്റെ ഒരു ഔട്ട് കണ്ടതിൻ്റെ ഒരു ആത്മവിശ്വാസവും ഇപ്പോൾ നിങ്ങളുടെ മുമ്പിൽ ഇരിക്കുമ്പോഴുണ്ട്. വളരെ നല്ലത് മാത്രം പ്രതീക്ഷിക്കുന്നു. ഈ ഒരു ടീം, ജെയ്സ്, ബാക്കി എല്ലാ സാങ്കേതിക വിദഗ്ധരും എല്ലാവരും കൂടെ ചേർന്നൊരു മികച്ച സിനിമയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു പ്രയത്നം ഈ സിനിമയുടെ പിന്നിലുണ്ട്. നാളെയാണ് നിങ്ങളുടെ മുമ്പിലേക്ക് ആ സിനിമ എത്തുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾ ആ സിനിമ കണ്ട് നിങ്ങളുടെ സത്യസന്ധമായ അഭിപ്രായങ്ങൾ നിങ്ങളുടെ മാധ്യമത്തിലൂടെ പറയുക. ടോബി പറഞ്ഞതുപോലെ ശുഭപ്രതീക്ഷയോടുകൂടിയാണ് തന്നെയാണ് ഞങ്ങളിരിക്കുന്നത്. താങ്ക് യു. നമസ്കാരം. ഡിജോയുടെ എൻ്റെ 4ാമത്തെ സിനിമയാണ്, ടോബിയുടെ 6ാമത്തെ സിനിമ. ക്വീൻ തൊട്ട് ഡിജോയുടെ ജേർണിയിൽ ഞാനുണ്ട്, എല്ലാ പടത്തിലും കൂടെ ഉണ്ട്. അവൻ്റെ എന്താ പറയുക, ഈ ഒരു ഏറ്റവും നല്ല എഫേർട്ടായിട്ട്, വൺ ഓഫ് ദ ബെസ്റ്റ് എഫേർട്ടായിട്ട് എനിക്ക് തോന്നുന്നൊരു സിനിമയാണ് പഠിച്ചിട്ടുണ്ട്. അതിൻ്റെ സ്റ്റോറി ഇൻസെപ്ഷൻ തൊട്ട് ഓരോ സ്റ്റേജിലും സുരേഷ് ഡിജോയുടെയും പല ഡിസ്കഷൻസിലിരുന്നു. ആൻഡ് ഫൈനൽ ഔട്ട് കണ്ടപ്പം ഐ തിങ്ക് വി ഹാവ് ദ ബെസ്റ്റ് വേർഷൻ. ഈ സ്ക്രിപ്റ്റിലുള്ള ഏറ്റവും നല്ലൊരു വേർഷനുള്ള ഔട്ടാണ് ഇപ്പോൾ ഉള്ളത്. അതിൽ ടോബിയും ബാക്കി എല്ലാവരും എടുത്ത എഫേർട്ടൊന്നും പറയാനില്ല. അത് നിങ്ങൾ കാണുമ്പോൾ മനസ്സിലാവും. അതിലെ കാട്ടുചമ്പം ഭയങ്കരമായിട്ട് റിസീവായി. അതും മിന്നലോടെ കഴിഞ്ഞിട്ട് അങ്ങനെ ഒരു പാട്ട് വന്നാലും, കാരണം ഈ സോങ്സ് ഇത്രയും ക്ലൗഡഡ് ആയിട്ടിരിക്കുന്ന ഒരു മ്യൂസിക്കൽ എന്താ പറയുക, ഒരു ഇൻഡസ്ട്രിയിലോട്ട് ഒരു പാട്ട് ശരിക്കും റീച്ച് ചെയ്യാൻ തന്നെ ഭയങ്കര പാടാണ്. അപ്പോൾ വി സ്റ്റക്ക് ടു ദ റൂട്ട്സ്. ആ കാലഘട്ടത്തിനും ആ സിനിമയ്ക്ക് ആവശ്യമായ ലിറിക്സും ഈണമൊക്കെ ഒത്തു വന്നു. ആൻഡ് ടോബിയോട് എന്തോ ഒരു കൈൻഡ് ഓഫ് ഒരു സിങ്കും മാജിക്കും ഉണ്ട്. ബിക്കോസ് ഓൾ ദ സോങ്സ് ഹാവ് ബീൻ വർക്കിംഗ്. ആൻഡ് എന്താ പറയുക, എല്ലാവരെയും പോലെ ഞാനും വളരെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു. വിഷുവിന് നിങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമയായി മാറട്ടെ. താങ്ക് യു. അത് കരയാനൊക്കെ ഉള്ളതാണ്, സമയമെടുക്കും. ഇതുവരെയും സംസാരിച്ചവരൊക്കെ ഈ സിനിമയുടെ ആദ്യത്തെ ചിന്ത മുതൽ നാളെ പ്രേക്ഷകരിലേക്ക് എത്തുന്ന അവസാനത്തെ വെർഷൻ വരെ അതിൻ്റെ കൂടെ സഞ്ചരിച്ചവരാണ്. അഭിനേതാവെന്നുള്ള നിലയിൽ ഇതിൻ്റെ ഷൂട്ടിംഗ് സമയത്ത് അതിലേക്ക് ഇന്നാവുകയും ഡബ്ബിങ്ങോടുകൂടി ഇനിയും നിങ്ങളെപ്പോലെ തന്നെ ഒരു പ്രേക്ഷകനായിട്ടിരിക്കുകയും ചെയ്യുന്ന ഒരാളാണ്. ഈ സിനിമയെപ്പറ്റി എൻ്റെ ഏറ്റവും വലിയ സന്തോഷം എന്താണെന്ന് വെച്ചാൽ, ഇതിൽ ഞാൻ ആദ്യമായിട്ടാണ് ഡിജോയുടെ കൂടെ വർക്ക് ചെയ്യുന്നത്, ആദ്യമായിട്ടാണ് ടോബിയുടെ കൂടെ വർക്ക് ചെയ്യുന്നത്. ഈ സിനിമയുടെ ഷൂട്ടിംഗ് വേളയിൽ വളരെയധികം പ്രശ്നങ്ങളെയും പ്രതിസന്ധികളെയും അതിജീവിച്ചാണ് ഇതിൻ്റെ ഷൂട്ടിംഗ് നടന്നത്. ഒന്നാമത് ഇതൊരു വലിയ സിനിമയാണ്, ധാരാളം ആക്ടേഴ്സുള്ള, ജൂനിയർ ആർട്ടിസ്റ്റുകൾ ധാരാളമായിട്ടുള്ള ഒരു നാടിൻ്റെ കഥ പറയുന്ന സിനിമയാണ്. അപ്പോൾ അതിനെ കാലാവസ്ഥ വളരെ പ്രതികൂലമായി ബാധിച്ചു. ദിവസങ്ങൾ നമ്മൾ ഉദ്ദേശിച്ച പോലെ ഷൂട്ടുകൾ തീരാതെ പോയി. ആ സമയത്തൊക്കെ അതിൻ്റെ യാതൊരുവിധ പ്രഷറും ടെൻഷനും കാണിക്കാതെ കൂടെ നിന്ന ഒരു നിർമ്മാതാവ് നമുക്കുണ്ടായിരുന്നു. അതാണ് നൗഫൽ. ഒരു നിർമ്മാതാവ് എങ്ങനെ ആയിരിക്കണം എന്നുള്ളതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണമായിട്ട് നമുക്ക് നൗഫലിൻ്റെ പേര് പറയാം. അതുപോലെ തന്നെ ദിവസവും പ്ലാനുകൾ ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുന്ന സമയത്ത്, അതായത് പ്ലാൻ എയുമായി ലൊക്കേഷനിലെത്തും, തെളിഞ്ഞ കാലാവസ്ഥയിൽ ഷൂട്ട് ചെയ്യാൻ വേണ്ടി എത്തുമ്പോൾ മഴ തുടങ്ങും, അപ്പോൾ പ്ലാൻ ബിയിലേക്ക് ഷിഫ്റ്റ് ചെയ്യും, പിന്നീട് മഴ മാറും, അപ്പോൾ പ്ലാൻ സിയിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. അങ്ങനെ പല വിധത്തിലുള്ള പ്ലാൻ ഷിഫ്റ്റുകൾ നടത്തി ഈ സിനിമ പൂർത്തീകരിച്ച ഡിജോ ഒരു വലിയ കയ്യടി അർഹിക്കുന്നുണ്ട്. ഇതിൻ്റെ ആദ്യത്തെ നമ്മൾ പ്രേക്ഷകൻ എന്നുള്ള നിലയിൽ ആദ്യമേ നമ്മളുടെ അടുക്കിലേക്ക് എത്തുന്നത്
ഇതിൻ്റെ മ്യൂസിക്കാണ്. ആ പാട്ട് തന്നെ സൂപ്പർ ഹിറ്റാക്കിയ ജെയ്ക്സും ഒരു വലിയ കയ്യടി അർഹിക്കുന്നുണ്ട്. ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരു ചരിത്രത്തിൻ്റെ നാൾവഴികളിലൂടെ നടന്നുപോയ ഒരു നായകൻ്റെ കഥ പ്രേക്ഷകരിലേക്ക് തൂലികയിലൂടെ എത്തിച്ച സുരേഷ് ഏട്ടനും ഒരു വലിയ കയ്യടി അർഹിക്കുന്നുണ്ട്. അങ്ങനെ ഇതിൻ്റെ ഭാഗമായി നിൽക്കുമ്പോൾ അഭിമാനത്തോടെയും ബഹുമാനത്തോടെയും മാത്രം നോക്കിക്കാണാൻ പറ്റുന്ന ഒരു സംഘം ആൾക്കാരോടൊപ്പമാണ് ഞാനിവിടെ ഇരിക്കുന്നത്. ഒരു കാലഘട്ടത്തിൻ്റെ കഥയിൽ ഒരു വീരൻ്റെ, ഞാനിപ്പം ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞു, അയാളൊരു വീരനായിരുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ മുത്തശ്ശി കഥകളിലൂടെ കേൾക്കുന്ന കഥകളിലെ നായകന്മാരെ പറ്റി ഉണ്ടാകുന്ന നമുക്കൊരു സങ്കല്പങ്ങളുണ്ട്. ആ സങ്കല്പത്തിലേക്ക് സിനിമയിലെ ഒരു നായകൻ വളർന്നു വരണമെന്നുണ്ടെങ്കിൽ അദ്ദേഹം വളരെ വലിയൊരു എഫേർട്ട് അതിൻ്റെ പിന്നിലുണ്ട്. ആ എഫേർട്ട് വളരെ നിഷ്പ്രയാസം, ആ എഫേർട്ട് നിഷ്പ്രയാസം നമുക്ക് കാണുമ്പോൾ തോന്നുന്നു അതിൻ്റെ വലിയൊരു എഫേർട്ട് കാണും. പക്ഷേ ടൊവി വാസ് അപ് ടു ഇറ്റ്. അത്ര മനോഹരമായിട്ടാണ് ആ കാലഘട്ടത്തിലെ ആ പരിപാടികളൊക്കെ ചെയ്ത്. ഇനിയും ഏതാനും മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ നമുക്ക് തിയേറ്ററിൽ അത് കാണാൻ. അതുകൊണ്ട് സ്പോയിലറുകളിലേക്ക് കടക്കുന്നില്ല. നാളത്തെ ദിവസം ഈ വിഷു ദിനത്തിൽ എല്ലാവർക്കും ഒരു ഗംഭീര കൈനീട്ടമാവട്ടെ പള്ളിച്ചട്ടമ്പി എന്നാഗ്രഹിച്ചും പ്രാർത്ഥിച്ചും കൊണ്ട് നിർത്തുന്നു. താങ്ക് യു. അതെ, ഇനിയിപ്പോൾ ലാസ്റ്റില്ല. എനിക്ക് തോന്നുന്നു ഞങ്ങളുടെ ഈ സിനിമയുടെ കൊച്ചു മുതലാളി, അതായത് പ്രൊഡ്യൂസർ എന്ന് പറയുന്ന വേൾഡ് വൈഡ് ഫിലിംസ് ആണ്. എനിക്കൊന്ന് 2 വർഷം മുന്നേ ഞങ്ങൾ സംസാരിച്ച് തുടങ്ങിയതാണ് പള്ളിച്ചട്ടമ്പിയിലേക്ക് ഞങ്ങൾ വരുന്നത്. അപ്പോൾ ബ്രിജേഷ് ഉണ്ടായിരുന്നു, നൗഫൽ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് യാത്ര തുടരുമ്പോൾ CCC ബ്രദേഴ്സ് വന്നു ചേർന്നു. അങ്ങനെ ഇവർ രണ്ടുപേരും കൂടെ ഒരുമിച്ച് ആണ് ശരിക്കും പറഞ്ഞാൽ ഈ സിനിമയുടെ യാത്രയിൽ ഷൂട്ടിംഗ് സെറ്റ് മുതൽ ഇന്ന് ഈ മൊമെൻ്റ് വരെ ഞങ്ങളുടെ ഒപ്പം യാത്ര ചെയ്യണം. സാധാരണ പ്രൊഡ്യൂസർമാരൊക്കെ ചിലർ സെറ്റിൽ വരില്ല എന്ന് പറയും, ചിലർ വരല്ലേ എന്ന് നമ്മൾ പ്രതീക്ഷിക്കും. എന്നാൽ ഇദ്ദേഹം ശരിക്കും പറഞ്ഞാൽ ഞങ്ങളുടെ സെറ്റിലുള്ള എല്ലാവർക്കും ഭയങ്കര പോസിറ്റിവിറ്റി തന്നൊരു മനുഷ്യനാണ്. നൗഫൽ അല്ലേ, പ്രശാന്ത്, നമ്മളൊക്കെ അന്നും ഓരോ ദിവസം വരുമ്പോഴത്തേക്കും ഇപ്പം ഞങ്ങൾ ഓരോ ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകുമ്പോഴും ഇദ്ദേഹവും വളരെ അത് കാണുമ്പോൾ വേദനയും വിഷമം ഉണ്ടെങ്കിലും ഉള്ളിൽ അതെല്ലാം ഒതുക്കി ഭയങ്കര സ്ട്രോങ് ആയിട്ട് നമുക്ക് പോസിറ്റിവിറ്റി സംസാരിച്ച ആളാണ്. നമ്മളുടെ ഓരോ മഴ വരുമ്പോഴത്തേക്കും ഞാനിനി അടുത്ത് എന്ത് ചെയ്യും എന്നിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ കുട്ടാച്ചിൽ നമുക്ക് സെറ്റ് ചെയ്യാം എന്നൊക്കെ പറഞ്ഞ് നമ്മളുടെ കൂടെ നിന്ന ഒരു സ്ട്രോങ് ബ്രദറാണ്. അപ്പോൾ നൗഫലിൻ്റെ അപ്പോൾ എനിക്ക് തോന്നുന്നു ചിലപ്പോൾ രണ്ടാമത്തെ ഒരുപാട് സിനിമകൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട് നൗഫൽ വേൾഡ് വൈഡ് ഫിലിംസ് എന്ന രീതിയിൽ. അറൗണ്ട് 80 ഫിലിംസ് ചെയ്തതാണ്. അതിനുശേഷം പ്രൊഡക്ഷൻ്റെ സൈഡിൽ ഇത് ആദ്യത്തെ വെഞ്ചറാണ്. ടൊവിയായിട്ട് മരണമാസം ഇതിന് മുന്നേ ചെയ്തിരുന്നു. അതിനുശേഷം നമ്മുടെ സിനിമ ആണ് വരുന്നത്. സോ സ്വാഗതം മലയാളം ഫിലിം ഇൻഡസ്ട്രിയിലേക്ക് വന്ന് നമ്മളെ ഉഷാറാക്കി തന്ന പള്ളിച്ചട്ടമ്പി ഇതുവരെ എത്തിച്ചു തന്നതിന് ഒരുപാട് സന്തോഷം. പ്ലീസ് 2 വാക്ക്. ഭയങ്കരമായിട്ട് സംസാരിക്കാനൊന്നറിയില്ല, പക്ഷേ ഒരു അനുഭവം തന്നെയായിരുന്നു. ഒരു ഡിസ്ട്രിബ്യൂട്ടർ എന്നുള്ള രീതിയിൽ സിനിമയെ ഭയങ്കരമായി സ്നേഹിക്കുന്നതാണ് ഞാനും എൻ്റെ പാർട്ട്ണറും നമ്മുടെ കോ പ്രൊഡ്യൂസേഴ്സും എല്ലാവരും. അപ്പം ആദ്യം ഇങ്ങനെ ഇത്രയും വലിയൊരു സിനിമ നമ്മുടെ കമ്പനീനെ ഏൽപ്പിക്കാൻ ഡിജോ കാണിച്ച മറ്റേ ധൈര്യം, അതിനെ ഞാൻ അപ്രിഷ്യേറ്റ് ചെയ്യുന്നു. ഇല്ല പക്ഷെ നല്ലൊരു അനുഭവമായിരുന്നു. ഒരുപാട് ആൾക്കാരോട് നന്ദി പറയാനാണ് ഞാൻ ഈ അവസരം ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നത്. 2000-ഓളം സപ്പോർട്ടീവ് ആർട്ടിസ്റ്റുകൾ നമ്മുടെ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. അതല്ലാണ്ട് ഇപ്പോൾ ടൊവി മുതൽ ഒരുപാട് മലയാളത്തിലെയും തമിഴിലെയും തെലുങ്കിലെയൊക്കെ ഒരുപാട് ആർട്ടിസ്റ്റുകൾ നമ്മുടെ സിനിമയിൽ സഹകരിച്ചിട്ടുണ്ട്. ഒരുപാട് ടെക്നീഷ്യന്മാർ രാപ്പകലില്ലാണ്ട് അധ്വാനിച്ചിട്ടുണ്ട്. ജെയ്ക്സ് ഇസ് കണ്ടിന്യൂസ്ലി ഗിവിങ് ബാക്ക് ടു ബാക്ക് ഹിറ്റ്സ്. നമ്മുടെ പടത്തിൽ ഇപ്പോൾ 3 പാട്ട് റിലീസ് ചെയ്തു. 3ഉം വളരെ ഗംഭീരമായിട്ട് തന്നെ 3 പാട്ടും ആൾക്കാർ സ്വീകരിച്ചിട്ടുണ്ട്. അപ്പം ഈ അവസരം നന്ദിയാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. എല്ലാവരോടും നന്ദി. ഈ പടമായി സഹകരിച്ച എല്ലാവരോടും ഒരുപോലെ ഞാനും എൻ്റെ പാർട്ട്ണർ ബ്രിജേഷിൻ്റെ പേരിലും നന്ദി പറയുന്നു. താങ്ക് യു.
നമസ്കാരം. മലയാള സിനിമയിലേക്ക് ഒരു പുതുമുഖ സംവിധായകൻ എന്ന രീതിയിലേക്ക് കടന്നു വന്ന് ഒരുപടി പുതുമുഖ താരങ്ങൾ വെച്ച് ആദ്യ സിനിമ ക്യൂൻ വൺ ഹിറ്റ് അടിച്ച ഒരു സംവിധായകനാണ് ഡിജോ. അതിനുശേഷം പിന്നീട് പള്ളിച്ചട്ടിപ്പിലേക്ക് എത്തുമ്പോൾ എത്ര എക്സ്പീരിയൻസ് ഉണ്ട്. ഒരു വലിയ ക്യാൻവാസാണ് നൗഫൽക്ക ഡിജോ കൊണ്ടൊരുക്കിയിരിക്കുന്നത്. ടോവി ഹീറോ ആയിട്ടുള്ള പടം നാളെ മലയാളികൾ നിങ്ങളിലേക്ക് എത്തുമ്പോൾ നിങ്ങൾ കാത്തിരിക്കുന്ന പോലെ തന്നെയാണ് ഞങ്ങളെല്ലാവരും ഈ സിനിമയെ കാത്തിരിക്കുന്നത്, വളരെ പ്രതീക്ഷയോടെ. ഒരുപാട് നന്ദി. അതോടൊപ്പം തന്നെ ക്യൂൻ എന്ന വലിയ ആ സിനിമയിൽ എനിക്ക് അവസരമുണ്ടായിരുന്നു. അതിനുശേഷം ഈ സിനിമയിലും ഡിജോ എനിക്ക് അവസരം നൽകിയിരിക്കുന്നു. നമുക്ക് ഒരുമിച്ച് നാളെ ഇറങ്ങുന്ന ഈ പള്ളിച്ചട്ടമ്പി എന്നുള്ള സിനിമ നമുക്ക് ഒരുമിച്ച് ഏറ്റെടുത്ത് ഒരു വൻ വിജയത്തിലേക്ക് നമുക്ക് ഒരുമിച്ച് എത്തിക്കാം എന്ന് മാത്രമേ ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളൂ. താങ്ക് യു. പ്രധാനമായിട്ട് എനിക്ക് അങ്ങനെ സംസാരിക്കാറില്ല. കുഴപ്പമില്ല, ഓക്കെ. എന്നെ ഇവരെ തള്ളി കയറ്റി വിട്ടതാണ്. എൻ്റെ കൂടെ വേറെയും ആർട്ടിസ്റ്റുകളുണ്ട്. അപ്പോൾ അവരെ ഒന്ന് പാൻ ചെയ്താൽ കാണാൻ പറ്റും. അപ്പോൾ അവരെ തള്ളി കയറ്റി വിട്ടതാ. അപ്പോൾ പ്രത്യേകിച്ച് ഇപ്പോൾ ഇവർ പറഞ്ഞത് തന്നെ പറയാനുണ്ട്. ശുഭപ്രതീക്ഷ. നാളെ എല്ലാവരും തിയേറ്ററിൽ പോയി കാണണം. പടം നന്നായിരിക്കും. എല്ലാവരും അഭിപ്രായം പറയുക. പിന്നെ അവസരം തന്ന ഡിജോ ചേട്ടനും കൂടെ നിന്ന് ടോവി ചേട്ടനും നൗഫലിക്കും എല്ലാവർക്കും ഓരോരുത്തർ പേരെടുത്ത് ഞാൻ പറയുന്നില്ലേ. അപ്പോൾ എല്ലാവർക്കും നന്ദി. പിന്നെ സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു. താങ്ക് യു. ഇന്ന് ആക്ച്വലി ഇവിടെ നമ്മുടെ കൂടെ ഉണ്ടാകുന്ന ടെക്നിക്കൽ ടീം എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത് നമ്മുടെ സിനിമാറ്റോഗ്രാഫർ ടിജോ ടോമി. ടിജോ കൂടെ ഉണ്ടായിരുന്നതാണ്. ഇപ്പം നിങ്ങൾ കണ്ട പാട്ടുകളുടെയും അത്രയും ഗംഭീരമായിട്ട് വിഷ്വൽ ഒരുക്കിയത് ടിജോ ആണ്. അവന് എത്തിച്ചേരാൻ പറ്റിയില്ല. ടിജോ ആണ് ഇതിൻ്റെ സിനിമാറ്റോഗ്രാഫി മൊത്തത്തിൽ ഈ സിനിമ ത്രൂ ഔട്ട് നമ്മുടെ കൂടെ നിന്ന ടിജോനെ വരാൻ പറ്റിയില്ല. അവനെ ഓർക്കാണ്. നാളെയെങ്കിലും എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നു. പിന്നെ എഡിറ്ററും കളറിസ്റ്റും ശ്രീജിത്ത് സാരംഗാണ്. ഒരുപാട് സിനിമകൾ മുന്നേ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ഇപ്പോൾ ജനഗണമന തൊട്ട് ഒരുപാട് സിനിമകളിൽ എഡിറ്ററാണ്. അപ്പോൾ അദ്ദേഹത്തിന് വരാൻ സാധിച്ചില്ല. നമ്മുടെ പടത്തിൻ്റെ എഡിറ്ററും കളറിസ്റ്റും അദ്ദേഹമാണ്. പിന്നെ നമ്മുടെ സിനിമയിൽ ഈ പറയുന്ന പോലെ ഫൈറ്റ് സന്തോഷ്, ആക്ഷൻ സന്തോഷാണ് ഫൈറ്റ് രംഗം ചെയ്തിരിക്കുന്നത്. കൊറിയോഗ്രാഫർ ഉണ്ടായിരുന്നു ഷെരീഫ്. പിന്നെ കൈതും ഷൂട്ടിലായതുകൊണ്ട് കൈതുവിന് വരാൻ സാധിച്ചില്ല. അങ്ങനെ ഒരുപാട് ആർട്ടിസ്റ്റുകളും ഈ പറഞ്ഞ പോലെ കുറേ ടെക്നീഷ്യൻസും ഉണ്ട്. കോസ്റ്റ്യൂം നമ്മുടെ മഞ്ജുഷയാണ് ചെയ്തത്. ആർട്ട് പ്രത്യേകം എടുത്തു പറയണം, ദിലീപ് നാഥാണ്. അദ്ദേഹം പിന്നെ ഒരു വേദിയിലും വരാൻ ആഗ്രഹിക്കാറുമില്ല, അദ്ദേഹത്തെ കിട്ടാറുമില്ല. അപ്പോൾ അദ്ദേഹം ആണ് നമ്മുടെ സിനിമയുടെ ആർട്ട് മൊത്തത്തിൽ പ്രോജക്റ്റ് ഡിസൈനറായിട്ട് വർക്ക് ചെയ്തത്. പിന്നെ മേക്കപ്പ് റഷീദൊക്കെയാണ്. അപ്പോൾ അങ്ങനെ ഒരുപാട് നല്ല ടെക്നീഷ്യൻസും എല്ലാം നിങ്ങൾക്ക് വേണ്ടി നമ്മുടെ ഈ സിനിമയിൽ ഒരുപാട് നന്നായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്. നാളെ ഇനിയിപ്പോൾ അധികം സമയമില്ല, മണിക്കൂറുകൾ മാത്രം പള്ളിച്ചട്ടം നിങ്ങളുടെ മുമ്പിലാണ്. അപ്പോൾ നിങ്ങൾ കാണാം, എൻജോയ് ചെയ്യുക നാളെ. യെസ്, താങ്ക് യു ആൾ. സോ ഇനി നമുക്ക് ചെറിയൊരു ക്വസ്റ്റ്യൻ സെഷൻ വെക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഔട്ട് ഓഫ് കമൻസ് പോലെ നിങ്ങൾ ശ്രദ്ധിക്കുമെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു. പുറത്തേക്കുള്ള കുറേ ആക്ടേഴ്സിന് ഈ ഫിസിക്കൽ ട്രാൻസ്ഫോർമേഷൻ അവർ ചെയ്തിട്ട് അതൊരു വല്ലാത്തൊരു ഹൈ ആയി അവർക്ക് അവരുടെ ശരീരത്തിനെ ഇങ്ങനെ ട്രാൻസ്ഫോം ചെയ്ത് കാണിക്കുന്ന ഒരു വല്ലാത്ത ലഹരിയാവുന്ന അവസ്ഥകളുണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഡീൻ ഡെലൂയിസ് എടുത്താലും ക്രിസ്ത്യൻ ബെയിലിനൊക്കെ തന്നെ ഈ ശരീരം ഇങ്ങനെ മാറ്റി ഓരോ സിനിമയിലും പരീക്ഷിക്കുന്നുണ്ടല്ലോ. ഇത് എത്രമാത്രം ഇതിന് വല്ലാത്തൊരു പെയിനും ഉണ്ടല്ലോ ഇതിൻ്റെ പിറകിൽ. ഇത് ആസ്വദിക്കുന്നുണ്ടോ ശരിക്കും ഓരോ സമയത്തും? അത് ആസ്വദിക്കുന്നില്ല, റിസൾട്ട് മാത്രമേ ആസ്വദിക്കുന്നുള്ളൂ. പ്രോസസ്സ് അത്രയ്ക്ക് ആസ്വദ്യകരമല്ല. പക്ഷെ ഞാനത് ഓരോ സിനിമയ്ക്കും അനുസരിച്ച് നമ്മൾ ഈ പറയുന്ന പോലെ പറ്റുന്ന പോലെയൊക്കെ ചെയ്യുക എന്നുള്ളേ ഉള്ളൂ. നമ്മൾ അങ്ങനെ ഒരു ബ്രേക്ക് എടുത്ത് കുറേ കാലം ബ്രേക്ക് എടുത്ത് അങ്ങനെ ചെയ്യാനായിട്ടുള്ള സാഹചര്യം പലപ്പോഴും കിട്ടാറില്ല നമ്മൾ കമ്മിറ്റ് ചെയ്തിട്ടുള്ള സിനിമകളും ഒക്കെ ആയിട്ട്. അപ്പോൾ ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ട് പ്രിപ്പറേഷൻസ് അതിൻ്റെ മുമ്പത്തെ സിനിമയുടെ സമയത്ത് തന്നെ തുടങ്ങും. അതിപ്പോൾ ഫിസിക്കൽ ട്രാൻസ്ഫോർമേഷൻ ആണെങ്കിലും അതല്ലാതെ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ ട്രെയിൻ ചെയ്യണമെങ്കിലും ഒക്കെ ആ പ്രോസസ്സ് എപ്പോഴും ബുദ്ധിമുട്ട് തന്നെയാണ്. അങ്ങനെ എനിക്കങ്ങനെ ഭയങ്കരമായിട്ട് ആസ്വദിച്ച് ചെയ്യുന്നതല്ല ആ പ്രോസസ്സ്. കാര്യം എന്ന് വെച്ചാൽ എനിക്ക് ഭക്ഷണം ഭയങ്കര ഇഷ്ടമുള്ള ആളാണ്. ഭക്ഷണം പലപ്പോഴും ഈ പടത്തിന് കുഴപ്പമുണ്ടായിരുന്നില്ല. പക്ഷെ അതും നമുക്ക് ഇഷ്ടമുള്ള അങ്ങനെ മധുരോ അങ്ങനത്തെ കാര്യങ്ങളല്ല കൂടുതൽ ഇതിനകത്ത് കഴിക്കാനും പറ്റും. അപ്പോൾ നമ്മൾ ഒരു അൺഹെൽത്തി ആയിട്ടുള്ള ഒരു ബൾക്കിങ് ഞാൻ ചെയ്യാറില്ല. അത് ചുമരുണ്ടെങ്കിലേ ചിത്രം വരയ്ക്കാൻ പറ്റുള്ളൂ എന്നുള്ള കാരണം കൊണ്ട്.
അപ്പോൾ എന്ത് ചെയ്യുകയാണെങ്കിലും അത് ഹെൽത്തി ആയിട്ട് ചെയ്യണം എന്നാണ്. എന്ത് ട്രാൻസ്ഫോർമേഷൻ ചെയ്യുകയാണെങ്കിലും ഹെൽത്തി ആയിട്ട് നാച്ചുറലായിട്ട് മാത്രം ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ഒരു ആഗ്രഹവും. അങ്ങനെ തന്നെയാണ് ഞാൻ ചെയ്യാറുള്ളത്. അപ്പോൾ അത് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് അതിന്. പക്ഷേ ആ ബുദ്ധിമുട്ട് കഴിഞ്ഞിട്ട് അതിൻ്റെ ഒരു റിസൾട്ട് വരുന്ന സമയത്താണ് നമുക്ക് ആ ബുദ്ധിമുട്ടുകളെല്ലാം നമുക്ക് മറക്കാൻ പറ്റുക. അപ്പോൾ ഭക്ഷണത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും പിന്നെ എനിക്ക് അങ്ങനെ ഭയങ്കര ശാരീരിക അധ്വാനം ചെയ്യാനായിട്ട് ഭയങ്കര ഇഷ്ടമുള്ള ആളല്ല. ഭയങ്കര ഇഷ്ടമുള്ള ആളല്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ വളരെ ക്ലോസ് സർക്കിളിൽ എന്നെ ഏറ്റവും നന്നായിട്ട് അറിയാവുന്നവർക്ക് അറിയാം. അപ്പോൾ പുറത്ത് ആൾക്കാരെങ്ങനെ വിചാരിക്കണമെന്ന് എനിക്കറിയില്ല. അപ്പോൾ എനിക്ക് നടക്കാനും ഓടാനും ഇരിക്കാനും നിൽക്കാനും ഒക്കെ ഉള്ളതിനേക്കാളും ഇഷ്ടം കിടക്കാനാണ്. അത്രയും മടിയുള്ള ആളാണ് ഞാൻ. പക്ഷെ ഇതിപ്പോൾ ഇഷ്ടപ്പെട്ട കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമുക്ക് എഫേർട്ട് എടുക്കാനായിട്ടൊരു മോട്ടിവേഷൻ വരുമല്ലോ. ആ ഒരു മോട്ടിവേഷനിലാണ് ഞാൻ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. പിന്നെ ഇപ്പം ഇത് ചെയ്ത് നമുക്കിതിന് ഇപ്പം എല്ലാ ദിവസവും രാവിലെ ജിമ്മിൽ പോകാനായിട്ട് ട്രെയിനർ വിളിക്കുമ്പോൾ എത്ര ദിവസം ഒഴിവൊഴിവ് പറയും. ഇപ്പം എൻ്റെ ഇല്ല, സ്റ്റോക്കില്ല പറയാനുള്ള ഒഴിവൊഴിവൊന്നും. പിന്നെ പുള്ളിമാരെ അണ്ടർസ്റ്റാൻഡിങ് ആണ്. ഇപ്പോൾ ഭയങ്കര നൈറ്റ് ഷൂട്ടും ഞാൻ തളർന്നിരിക്കുകയൊക്കെ ആണെങ്കിൽ കുറച്ചേരം കൂടെ വായിക്കോ, ഇന്ന് വർക്കൗട്ട് ഇല്ലെങ്കിലും കുഴപ്പമില്ല, ഉറക്കമാണ് വർക്കൗട്ടിനേക്കാളും ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്ന അങ്ങനത്തെ ഒരു ട്രെയിനറും കൂടിയാണ് എനിക്കുള്ളത്. അപ്പോൾ ഇപ്പോഴത്തെ ഒരു ജീവിതശൈലിയുടെ ഭാഗമായിട്ട് ഈ ഭക്ഷണവും വ്യായാമവും ഒക്കെ മാറിയിട്ടുണ്ട്. സിനിമയിൽ വന്നിട്ട് ഇപ്പോൾ ഈ കണ്ട നാളുകൾക്കിടയിൽ ആ പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ അതിൽ മസിൽ സോർനെസ്സും പിന്നെ നമ്മൾ ഇഷ്ടപ്പെട്ട ഭക്ഷണം വേണ്ടെന്ന് വെക്കുന്ന സമയത്ത് നമുക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളും നിങ്ങൾക്കൊക്കെ ഉണ്ടാകുന്ന പോലെ എനിക്കും നന്നായിട്ട് ഉണ്ടാകുന്നുണ്ട്. അത് അത്രയ്ക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന സാധനമല്ല. അപ്പോൾ റിസൾട്ട് മുന്നിൽ കണ്ടിട്ട് അതാണ് നമ്മുടെ മോട്ടിവേഷൻ. പിന്നെ എന്തെങ്കിലും കാര്യം ചെയ്യുമ്പോൾ എല്ലാവരും ചെയ്യുന്നുണ്ട്, അവരിൽ നിന്ന് എന്ത് മാറ്റം എനിക്ക് ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ചിന്തയിൽ നിന്നാണ് ആ ഒരു 1 extra mile നമ്മൾ സ്വയം പുഷ് ചെയ്ത് ചെയ്യുന്നത്. സംബന്ധിച്ചിടത്തോളം ഈ സിനിമ നടക്കുന്ന കാലഘട്ടം ഒരു 75 വർഷങ്ങളെങ്കിലും പിറകിലാണല്ലോ. അപ്പോൾ ആ സമയത്ത് ഇപ്പോൾ പാൻറ് ഇടാതെ നടക്കുന്ന ആളുകൾ, മലയാളത്തിൻ്റെ അക്ഷരലിപി തന്നെ വേറെ രീതിയിൽ, അല്ലെങ്കിൽ വാക്കുകൾ വേറെ രീതിയിൽ. അപ്പം മാത്രമല്ല ഇതിനകത്ത് ഒരു ഗുരുവും കൂടിയാണ്, ഒരു മാസ്റ്ററും കൂടിയാണല്ലോ. അപ്പം നമുക്കറിയാത്തൊരു കാലഘട്ടത്തിന് വേണ്ടി ഇപ്പോൾ ബാക്കപ്പ് ഒക്കെ നന്നായിട്ട് എടുത്ത ആക്ടറുണ്ട് ശ്രീ മമ്മൂക്കയൊക്കെ അതിൻ്റെ എക്സാമ്പിളാണ്. അദ്ദേഹം ഈ പടക്കം വീരകഥ ചെയ്യുമ്പോൾ ആ ഡയലോഗ്സ് MT സാറിനെ കൊണ്ട് തന്നെ നറേറ്റ് ചെയ്യിപ്പിച്ച് CD-യിലാക്കി കാറിൽ പ്ലേ ചെയ്തുകൊണ്ടാണ് അദ്ദേഹം ഇത്രയും ഗംഭീരമായ ഡയലോഗുകൾ പറയുന്നത്. അപ്പോൾ ഇതിനൊരു ഇന്റേണൽ പ്രോസസ്സ് കൂടിയുണ്ടല്ലോ. അത് എത്രമാത്രം അക്കാഡമിക്കായിട്ട് സമീപിക്കാൻ പറ്റുന്നുണ്ട് ഇതിൽ? ഈ സിനിമയുടെ ഇത് പൂർണ്ണമായിട്ടും ഞാൻ എല്ലാ സിനിമകൾക്കും അങ്ങനെ തന്നെ ചെയ്യാറ്. ഞാൻ ഭയങ്കരമായിട്ട് ഡയറക്ടറിനെയും റൈറ്ററിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരാളാണ്. നമ്മൾ വീട്ടിൽ നിന്ന് പ്രിപ്പയർ ചെയ്ത് വന്നിട്ട് അത് തന്നെ ആവണം ഇവരുടെ മനസ്സിൽ എന്നില്ലല്ലോ. അപ്പോൾ നമ്മുടെ പ്രിപ്പറേഷന് ഇവരുടെ സഹായം ഭയങ്കരമായിട്ട് ആവശ്യമുണ്ട്. അപ്പോൾ സ്ക്രിപ്റ്റ് എഴുതുന്ന സമയത്ത് തന്നെ അത്യാവശ്യം നല്ല റിസർച്ച് ചെയ്തിട്ട് തന്നെയാണ് സുരേഷ് ഏട്ടനത് ചെയ്തിട്ടുള്ളത്. പിന്നെ 1950-60 നടക്കുന്നു എന്ന് പറയുന്നുണ്ടെങ്കിലും ഈ സിനിമ ഇറങ്ങുന്നത് 2026 കാരണമുണ്ട് പലതും നമ്മൾ അതേപോലെ തന്നെ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ കാണുമ്പോൾ അതൊരു കല്ലുകടി ഉണ്ടാവും. പ്രത്യേകിച്ച് ഈ സമയത്ത് ആളുകൾ അതല്ല പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഇപ്പോഴത്തെ ആൾക്കാർക്കും അപ്പീലിംഗ് ആവുന്ന, എന്നാൽ ഇപ്പോഴത്തെ കാലത്ത് പല വാക്കുകളും നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ ഡയലോഗ് വരുമ്പോൾ എന്തെങ്കിലും സംശയം തോന്നിയാൽ തന്നെ ഉടനെ തന്നെ സുരേഷ് ഏട്ടൻ്റെ അടുത്താണ് കാര്യം. കൂട്ടത്തിൽ പ്രായമുള്ള ആൾ പുള്ളി ആയതുകൊണ്ട് ഇങ്ങനെ പഴയ വാക്കുകളെ പറ്റി ഞങ്ങളെക്കാൾ ധാരണ അദ്ദേഹത്തിനുണ്ടാകും എന്നുള്ളതുകൊണ്ടും മാത്രമല്ല പുള്ളി നല്ല വായനയും റിസർച്ചും ഒക്കെ ചെയ്തിട്ടുള്ള ആളാണ് എന്നുള്ളത് കൊണ്ടും അങ്ങനെയുള്ള വാക്കുകൾ പരമാവധി വരാതിരിക്കാനായിട്ട് നമ്മൾ ശ്രമിച്ചിട്ടുണ്ട്. എന്നാൽ നമ്മൾ ഈ 50s തന്നെ സംസാര രീതി നമ്മൾ ഇതിൽ ഉപയോഗിക്കാൻ ശ്രമിച്ചാൽ എന്തുണ്ടാവുമെന്ന് വെച്ചാൽ നമുക്ക് ഈ 75 വർഷത്തിൻ്റെ മാറ്റം എന്ന് പറഞ്ഞാൽ അതിഭയങ്കരമായിട്ടുള്ളൊരു മാറ്റമാണ്. ഭയങ്കരമായിട്ട് നാടകീയമായിട്ടൊക്കെ തോന്നിയേക്കാം ആ വാക്കുകൾ തന്നെ. ഇപ്പോൾ എനിക്ക് ഒരു പഴയ പുസ്തകത്തിൽ ഞാൻ വായിച്ചാണ് നമ്മളിപ്പോൾ വളരെയധികം എന്ന് പറയുന്നത് പണ്ട് വളരെ ധാരാളം എന്ന് പറയുന്നൊരു യൂസേജ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ യൂസേജ് ഇപ്പോൾ വരുന്ന സമയത്ത് ചിലപ്പോൾ പെട്ടെന്നൊന്നും, അപ്പോൾ ഇപ്പോഴത്തെ ആൾക്കാർക്കും അപ്പീലിംഗ് ആവുന്ന, എന്നാൽ ഇപ്പോഴത്തെ ആളുകൾ സംസാരിക്കുന്ന പോലെ അല്ലാതെ അപ്പോഴത്തെ ആളുകൾ സംസാരിക്കുന്നത് എന്ന് എല്ലാവർക്കും ഫീൽ ചെയ്യാവുന്ന രീതിയിൽ ചെയ്യുക എന്നുള്ളത് മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ളൊരു എഫേർട്ട് തീർച്ചയായിട്ടും ഇവരുടെ ഭാഗത്ത് നിന്ന് ഓൾറെഡി ഉണ്ടായിട്ടുണ്ട്. സിനിമ ഷൂട്ട് ചെയ്യുന്ന സമയത്തും ത്രൂ ഔട്ട് എന്തെങ്കിലും ഡയലോഗിൽ മാറ്റം വന്നാലും അപ്പോഴും നമ്മൾ അതിനകത്തുള്ള ഓരോ വാക്കും പുതിയ വാക്കുകളാവാതിരിക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ സിനിമയുടെ ഷൂട്ടിന് തുടങ്ങുന്നതിന് ഒരു 2-3 ദിവസം 3-4 ദിവസം മുമ്പ് തന്നെ ഞാൻ അവിടെ
തൊടുപുഴയിൽ ചെന്നു. ഞാനവിടെ ഒരു വീടെടുത്തിട്ടാണ് ഞാനിപ്പോഴും താമസിക്കുക. അപ്പോൾ എൻ്റെ കൂടെയുള്ള എൻ്റെ സ്റ്റാഫും എല്ലാവരും ഞങ്ങൾ ഒരുമിച്ചാണ് താമസിക്കുക, ഒരു ബോയ്സ് ഹോസ്റ്റൽ പോലെ. അപ്പോൾ ആ ബോയ്സ് ഹോസ്റ്റലിലേക്ക് എല്ലാ ദിവസവും വൈകുന്നേരം ഡിജോയും വരും. എന്നിട്ട് ഞങ്ങളിങ്ങനെ സ്ക്രിപ്റ്റ് വായിച്ചിരുന്ന് അപ്പോൾ എനിക്കും ഡിജോയിൽ നിന്ന് വേണം ഒരു ക്ലാരിറ്റി കിട്ടാനായിട്ട്. എങ്ങനെയാണ് ഡിജോ ഞാനിത് പ്ലേ ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നത്, ഞാനിങ്ങനെയാണ് ചെയ്യാൻ പോകുന്നത് എന്ന് പറയുന്നതിനേക്കാൾ എന്താണ് ഡിജോയ്ക്ക് വേണ്ടതെന്ന് ചോദിച്ച് മനസ്സിലാക്കി. ഞങ്ങൾ രണ്ടുപേരും മാത്രമുള്ളൊരു സ്പേസ് ആയത് കാരണം കൊണ്ട് എനിക്ക് അഭിനയിച്ച് കാണിക്കാം. അങ്ങനെ ഞങ്ങളുടെ റൂമിൽ നിലത്തൊക്കെ ഇരുന്നിട്ടാണ് നമ്മൾ, അല്ലാതെ നമ്മൾ മൊത്തം ഈ സിനിമയുടെ സെറ്റപ്പിൽ അഭിനയിക്കുന്നു എന്നല്ല പറയണം. ഇരുന്ന് ഡയലോഗിൻ്റെ മോഡുലേഷനും ഒക്കെ ഞങ്ങൾ ചർച്ച ചെയ്ത് അത് വേണ്ട ഇത് മതി എന്നൊക്കെ പറഞ്ഞ് തീരുമാനിച്ചിട്ടാണ് നമ്മൾ ഇപ്പോൾ ഉള്ള ഒരു ഇതിലേക്ക് വന്നിരിക്കുന്നത്. പിന്നെ ഈ സിനിമയുടെ ഷൂട്ടിൻ്റെ സമയത്താണെങ്കിലും എനിക്ക് ചെയ്യാവുന്നത്, ഞാൻ ഈ പടത്തിൽ അഭിനയിക്കുന്ന ഒരു നടൻ മാത്രമാണ്. അപ്പം എനിക്കെന്ന് വെച്ചാൽ ഞാനിതൊരു ടൂളാണ്. ആ ടൂളായിട്ട് ഏറ്റവും ആത്മാർത്ഥമായിട്ട് എന്നെ കൊണ്ട് കഴിയുന്ന പോലെ പ്രവർത്തിക്കുക. ഒപ്പം എൻ്റെ മനോധർമ്മം കൂടെ സ്വാഭാവികമായിട്ടും അഭിനയത്തിൻ്റെ വേണ്ടി ഉപയോഗിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ഞാൻ എന്നെ തന്നെ സറണ്ടർ ചെയ്ത ഒരു 4-5 മാസം അല്ലേ, 5 മാസത്തോളം നമ്മൾ അവിടെ തന്നെ തൊടുപുഴ തന്നെയായിരുന്നു. എല്ലാവരും ഒരുമിച്ചുണ്ടാവും. എല്ലാ ദിവസവും വൈകുന്നേരങ്ങളിൽ നമ്മൾ ചിലപ്പോൾ നമ്മളുടേതായിട്ടുള്ള സംസാരങ്ങളിലേക്ക് ഇടയ്ക്ക് തന്നെ നമ്മൾ നാളത്തെ സീൻ അപ്പോൾ ഇങ്ങനെ ആയിരിക്കില്ല അങ്ങനെ ആയിരിക്കില്ല അങ്ങനത്തെ ഒരു നമ്മുടെ കോൺവെർസേഷൻ്റെ ഭാഗമായിട്ട് അങ്ങനെയും നടക്കും. ഇതെല്ലാം ഈ ക്യാമറയുടെ മുന്നിൽ വന്ന് നിൽക്കുന്ന സമയത്ത് നമുക്ക് വളരെ ഹെൽപ്ഫുൾ ആകും. ഒന്ന് പ്രിപ്പയർ ചെയ്ത് പോയി കഴിഞ്ഞാൽ അതിൻ്റെ മുകളിൽ നമുക്ക് നമ്മുടെ സ്പോണ്ടേനിറ്റി ഉപയോഗിക്കാം, ഇംപ്രവൈസേഷൻസ് ചെയ്യാം. അങ്ങനെയുള്ളൊരു സ്പേസ് അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ നന്നായിട്ടുണ്ടെങ്കിലും മോശമായിട്ടുണ്ടെങ്കിലും അതിൻ്റെ എല്ലാ ക്രെഡിറ്റും ഇവർക്ക് രണ്ടാൾക്കുമാണ്. അതുപോലെ സിനിമയും നന്നായിട്ടുണ്ടെങ്കിലും മോശമായിട്ടുണ്ടെങ്കിലും അത് ഇവർക്ക് രണ്ടുപേർക്കും ഉണ്ട് അതിൻ്റെ ക്രെഡിറ്റ്. നമ്മളൊക്കെ അതിനകത്ത് ടൂൾസ് മാത്രമാണ്. നന്നായിട്ടുണ്ട്, പേടിക്കണ്ട. പള്ളിച്ചട്ടമ്പി എന്ന് പേര് പറഞ്ഞ നാടൻ മാസ് സിനിമകളുടെ പേര് പോലെയാണ് തോന്നുന്നത്. അപ്പോൾ ടോവിനോ എന്ന താരത്തെ എത്രത്തോളം ഇതിൽ യൂസ് ചെയ്തിട്ടുണ്ട്, അതായത് എത്ര ഫൈറ്റ്, പഞ്ച് ഡയലോഗ്, ആ രീതിയിലാണോ ടോവിനോയെ പ്രസന്റ് ചെയ്തിട്ടുള്ളത്? അല്ല, ഈ പള്ളിച്ചട്ടമ്പി എന്ന പേര് ഇപ്പം ഈ പറഞ്ഞ പോലെ നാടൻ മാസ് എന്ന് നിങ്ങൾക്ക് തോന്നുമെങ്കിലും ഇതൊരു കാലഘട്ടത്തിൻ്റെ സിനിമയാണ്, ഒരു നാടിൻ്റെ സിനിമയാണ്. 1950 തൊട്ട് 60കളിൽ വരുന്നൊരു ആ ഒരു പശ്ചാത്തലം മുന്നിൽ നിർത്തിയിട്ടാണ് നമ്മൾ സിനിമ മൊത്തം സെറ്റ് ചെയ്തിരിക്കുന്നത്. ആ ബാക്ക് ഡ്രോപ്പ് ഭയങ്കര ഇമ്പോർട്ടൻ്റ്. അപ്പം ഇനി ആ നാടും ആ നാട്ടിലെ നായകൻ്റെ കഥയാണ് പള്ളിച്ചട്ടം. ആ പേര് എങ്ങനെ വന്നു ചേർന്നു, ഇതെല്ലാം ആക്ച്വലി സിനിമയുടെ ഭാഗമാണ്. ചട്ടമ്പി എന്ന് പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ടാകും, പക്ഷെ പള്ളിച്ചട്ടമ്പി അതെന്തിന്, എങ്ങനെ, അതാണ് ആക്ച്വലി ഈ സിനിമയുടെ ഓവറോൾ ഒരു ഡ്രൈവ്. ഇതിൽ ഈ പറഞ്ഞ പോലെ ചട്ടമ്പി എന്ന് പറയുന്ന പോലെ, ഇപ്പം നേരത്തെ ടോബി പറഞ്ഞ പോലെ ഓരോ വാക്കും പണ്ട് നമ്മൾ ഉപയോഗിച്ചിരുന്നതിൻ്റെ ഒരു അർത്ഥമല്ല ഇപ്പോൾ ആക്ച്വലി ചട്ടമ്പി എന്ന് പറയുമ്പോൾ നമുക്ക് തോന്നും ഒരു തല്ലുണ്ടാക്കുന്നവൻ, അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ വീട്ടിൽ പറയപ്പെടാ ചട്ടമ്പി തരം കാണിക്കല്ല കേട്ടോ എന്നൊക്കെ പറഞ്ഞ് കോൺവെർസേഷൻ വരുന്നല്ലോ. പക്ഷെ അങ്ങനെയല്ല. പണ്ട് ചട്ടമ്പി എന്ന് പറഞ്ഞാൽ അതിന് ടോട്ടലി വേറൊരു ഡൈമെൻഷനായിരുന്നു ആ വാക്കിൻ്റെ അർത്ഥത്തിന് പോലും. അതായത് ചട്ടങ്ങൾ അറിയാവുന്നവൻ, അല്ലെങ്കിൽ ആ ഒരു മാസ്റ്റർ എന്നൊക്കെ നേരത്തെ പറഞ്ഞ പോലത്തെ ഒരു രീതിയിലാണ് ആ ക്യാരക്ടറെ ഡിപ്പിക്റ്റ് ചെയ്തത്. ഒരു നാടിൻ്റെ നായകനായിട്ട് പോർട്രേ ചെയ്യാൻ പറ്റുന്ന ഒരാളെയാണ് നമ്മൾ കൊണ്ടുവരുന്നത്. പിന്നെ ഈ സിനിമയ്ക്ക് വേണ്ട മാസ് എലിമെൻറ്റുകൾ എന്ന് പറഞ്ഞാൽ ഡയലോഗുകളാണെങ്കിലും ഫൈറ്റുകളാണെങ്കിലും എല്ലാം, ഈ പറഞ്ഞ ഫാമിലി ഇമോഷൻ ആണെങ്കിലും പാട്ടുകളാണെങ്കിലും എല്ലാം അളവിന് നമ്മൾ വെച്ചിട്ടുണ്ട്, ഒന്നും അധികമായിട്ട് വെച്ചിട്ടില്ല. കാര്യം ഈ സിനിമ തന്നെ ഏകദേശം 2.25 മണിക്കൂർ ആണ് നമ്മുടെ സിനിമയുടെ ലെങ്ത്തും. അപ്പോൾ നിങ്ങൾക്കറിയാം എല്ലാം കറക്റ്റ് അളവിനാണ് നമ്മൾ പ്ലേസ് ചെയ്തിരിക്കുന്നത്. ഫൈറ്റുണ്ട്, പാട്ടുണ്ട്, റൊമാൻസ് ഉണ്ട്, ഫാമിലി ഇമോഷൻസ് ഉണ്ട്, എല്ലാം തന്നെയുണ്ട്. അപ്പോൾ ബാക്കിയത് നിങ്ങൾ ഇനിയിപ്പോൾ മണിക്കൂർ മാത്രമല്ലേ ഉള്ളൂ, നേരെ വന്ന് കണ്ടിട്ട് പറയാം. ട്രെയിലറിന്റെ അടിയിൽ വന്ന 2 കമന്റാണ്. മറവത്തൂർ കനവിലെ മമ്മൂക്കയുടെ കഥാപാത്രത്തിന്റെ ലുക്കിൽ സാമ്യം വരുന്ന രീതിയിൽ അത് കണ്ടിട്ടുണ്ടായിരുന്നു. അതിനെന്തോടെ എന്താ പറയാനുള്ളത്? റെഫറൻസ് എന്തെങ്കിലും ഉണ്ടായിരുന്നോ? അതായത് മമ്മൂക്കനായിട്ടല്ല, വേറെ ഏതെങ്കിലും കഥാപാത്രത്തിന്? അല്ല, നമ്മൾ സ്വാഭാവികമായിട്ടും എനിക്ക് തോന്നുന്നു നമ്മൾ ഒരുപാട് സിനിമകൾ കണ്ടിട്ടുണ്ട്. നമ്മളൊന്ന് രാത്രിയൊക്കെ ടോവി പറഞ്ഞാൽ ടോവിയുടെ ഹോസ്റ്റലിലേക്ക് നമ്മൾ ചെന്നിട്ട് നമ്മൾ സിനിമകൾ കാണും, പഴയ സിനിമകൾ കാണും. ഇപ്പോൾ ഐ വി ശശി സാറിൻ്റെ സിനിമ തൊട്ട് പലതും കണ്ടിരുന്നു, ഞാൻ കണ്ടിരുന്നു. പിന്നെ ഞങ്ങൾ ഈ പറഞ്ഞ പോലെ മറവത്തൂർ കനവ്, നരൻ, അങ്ങനത്തെ കുറേ സിനിമകൾ നമ്മൾ ഓൾറെഡി കണ്ടിട്ടുള്ളതാണ്, ഞങ്ങൾ ചർച്ചയും ചെയ്തിട്ടുള്ളതാണ്. പക്ഷേ ഈ ലുക്ക് ഞങ്ങൾ 2019 നമ്മൾ അനൗൺസ് ചെയ്തപ്പോഴും ഈ ലുക്ക് കിട്ടണം. അപ്പം അന്ന് തൊട്ടേ ഈ ലുക്കിലേക്ക് നമ്മുടെ ചട്ടമ്പി കിട്ടണം എന്ന് ഞങ്ങൾ ഭയങ്കരമായിട്ട് തീരുമാനിച്ചിരുന്നു. അപ്പോൾ അത് ടോവി ഈ പറഞ്ഞ പോലെ ലാസ്റ്റത്തെ സിനിമയുടെ ഷൂട്ടും കഴിഞ്ഞ് കുറച്ച് നാൾ വെയിറ്റ് ചെയ്ത് മുടിയൊക്കെ മീശയൊക്കെ വളർത്തിയിട്ടാണ് നമ്മൾ ഫൈനലി തലമുടി വെട്ടുന്നതിന് മുന്നേ റെഡിയിൽ അടിച്ചോ എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ
തലമുടി അതേപോലെ പറ്റ വെട്ടിച്ച്. കാര്യം എന്താണെന്ന് വെച്ചാൽ അന്നത്തെ കാലഘട്ടത്തിൽ ഈ പറഞ്ഞതുപോലെ ഇപ്പം ഞങ്ങൾ കണ്ട കാലഘട്ടത്തിൽ, ഇപ്പം ഞാനും സുരേഷ് ഏട്ടനൊക്കെ എഴുതിയ കാലഘട്ടത്തിൽ നമ്മളൊരു ചട്ടമ്പി എന്ന് പറയുമ്പോൾ അതിന് അങ്ങനത്തെ ഒരു ലുക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ മറവത്തൂർ കനവ് മാത്രമല്ല, നമുക്ക് ഒരുപാട് സിനിമകൾ റെഫറൻസുകൾ ഞങ്ങളുടെ കയ്യിലും ഉണ്ടായിരുന്നു. അപ്പം അത് വെച്ച് നമ്മൾ ഫോമുലേറ്റ് ചെയ്ത് അന്ന് വരപ്പിച്ച ഇമേജിലോട്ട് ഞങ്ങൾ എത്തിക്കുക എന്നുള്ളതായിരുന്നു. ആ സിനിമ മാത്രമല്ല, ഒരുപാട് സിനിമകൾ ഇൻസ്പയർ ഞാൻ കണ്ടിട്ടില്ലല്ലോ. ഞാനും അല്ല നിങ്ങൾ പോലും ആ കാലഘട്ടത്തെ ഒരുപാടൊന്നും നമുക്കറിയത്തില്ല. നമ്മളുടെ പേരൻസിനോട് ചോദിച്ചാൽ പോലും അവർക്കൊരു പെർട്ടിക്കുലർ അവർ ആ സമയത്ത് ജനിച്ചിട്ടേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അവർക്ക് അത്ര ക്ലാരിറ്റി ഉണ്ടാവില്ല. പിന്നെ നമ്മൾ കണ്ട സിനിമകളും ഇവരോടൊക്കെയുള്ള ചർച്ചയും സുരേഷ് ഏട്ടനുമായിട്ടൊക്കെ കോർത്തിണക്കിയിട്ടാണ് ആ ലുക്കിലേക്ക് വന്നത്. ആ സിനിമ മാത്രമല്ല, പഴയ കാലം റെഫർ ചെയ്യുന്ന എല്ലാ സിനിമകളും ഞങ്ങളുടെ റെഫറൻസിലുള്ളതാണ്. നോർമലി ഒരു സിനിമ ഇപ്പം നമ്മളൊരു കഥ എഴുതുമ്പോൾ നമ്മുടെ ഒരു എന്താ പറയുക, നമ്മുടെ ഇമാജിനേഷൻ കഥാപാത്രം നയിക്കുന്ന വഴിയിലൂടെയായിരിക്കും നമ്മൾ പോകുന്നത്. അത് നമുക്ക് പല കാര്യം പറയണമെന്ന് വിചാരിക്കും, പല എഴുത്തിൽ ഏറ്റവും ഫൈനലൈസ് ചെയ്യുമ്പോൾ പല മാറ്റങ്ങൾ വരുത്തേക്കാം. പക്ഷേ ഇന്നത്തെ ഒരു സൊസൈറ്റി ജീവിക്കുന്ന സമയത്ത് പല ക്രൈറ്റീരിയസ് ശ്രദ്ധിക്കേണ്ടി വരും. അപ്പോൾ ഇതിപ്പോൾ വിൻറ്റേജ് സ്റ്റോറി ആണെങ്കിൽ ശരി, കറന്റ്ലിയുള്ള സ്റ്റോറിയാണ് ശരി. അപ്പോൾ പള്ളിച്ചട്ടമ്പിക്കയിൽ ശരിക്കും അതിന് കുറച്ച് ഇഷ്യൂസ് കേട്ടിരുന്നു. എത്രത്തോളം ടഫായിരുന്നു ഇപ്പോൾ ഈ പോയിന്റ് വരെ നിൽക്കുമ്പോൾ? അതെ, ഈ കാലഘട്ടത്തിൽ ആ സിനിമ ചെയ്യുമ്പോൾ ഉള്ള പ്രശ്നങ്ങളല്ലേ. നമ്മളിപ്പം സ്റ്റോറിയിൽ സെൻസറിങ്ങിന് ഇഷ്യൂസ് നടന്നിരുന്നു. അപ്പം ഒരു കഥ ചെയ്ത് ആദ്യമേ സ്റ്റോറി പിന്നീട് ഒന്ന് പൊളിച്ചു മാറ്റി എന്ന് കേട്ടിരുന്നു. അല്ല, അത് ആക്ച്വലി സെൻസർ ഇഷ്യൂവും അതും തമ്മിൽ ബന്ധമില്ല. പക്ഷെ നമ്മൾ 2018 ഈ സിനിമയുടെ തോട്ട് സുരേഷ് ഏട്ടൻ പറയുന്ന അന്ന് തൊട്ട് നമ്മൾ ഏകദേശം ഒരു 8 വർഷം എടുത്തു ഇന്നിപ്പോൾ സിനിമ പൂർത്തിയായി. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഓരോ വെള്ളിയാഴ്ചകളിലും നമ്മൾ ഓരോ സിനിമകൾ വരിക. അപ്പം നമുക്കറിയാലോ, നമ്മളുടെ സിനിമയുടെ മെയിൻ പ്ലോട്ട് സെയിം തന്നെയാണ്. അപ്പം നമ്മുടെ നാട് ഇതെല്ലാം സെയിം, അതിൽ വ്യത്യാസമൊന്നുമില്ല. പക്ഷെ അതിൻ്റെ പ്ലേസ്മെൻറ്റിൽ കുറേ വേരിയേഷൻസ് ഉണ്ടായിരുന്നു. അത് ഈ പറഞ്ഞ പോലെ ഓരോ വർഷം കൂടുമ്പോൾ ചില ഒരു 2-3 വേരിയേഷൻസ് ഞാനും സുരേഷ് ഏട്ടനും മാറ്റി ഞങ്ങൾ ഏകദേശം ഒരു 3 ഡ്രാഫ്റ്റോളം ആക്കിയിട്ടാണ് നമ്മുടെ ഫൈനൽ ഒരു പൊസിഷനിലേക്ക് വരുന്നത്. അതിലേക്ക് എത്തിയിട്ട് പിന്നെ സബ് ലേയേഴ്സൊക്കെ കുറേ ചേഞ്ചസ് ഒക്കെ വരുന്നത്. അതൊക്കെ ബേസിക്കലി കാലഘട്ടം ആവശ്യപ്പെട്ട മാറ്റങ്ങളാണ്. അതായത് മുന്നേ ഒരു സിനിമയുടെ ഒരു ബേസ് സെക്ഷൻ അങ്ങനെ വന്നെങ്കിൽ ഇനിയിപ്പോൾ നമ്മൾ അത് ഉപയോഗിക്കേണ്ട, പകരം അതിൻ്റെ പ്രമേയം ജസ്റ്റ് ഒന്ന് മാറ്റി വെച്ച് വേറൊരു ഏരിയ വെക്കാം. പക്ഷെ നമ്മുടെ ബേസ് പ്ലോട്ട് സെയിം തന്നെയാണ്. പിന്നെ ഈ സെൻസറിൻ്റെ കാര്യം പറഞ്ഞത്, അത് നമ്മുടെ കാലഘട്ടം ആക്ച്വലി ഞാൻ പറഞ്ഞില്ല, കേരളം ആക്ച്വലി 1957-58 കാലഘട്ടമൊക്കെ നമുക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്, അറിയാലോ. ഈ EMS ഭരണത്തിൽ വരുന്നത് നമ്മുടെ കേരളത്തിൻ്റെയൊക്കെ ഏറ്റവും ചരിത്രപരമായിട്ടുള്ള ഒരു കാലഘട്ടമാണ്. അപ്പോൾ ആ കാലഘട്ടം നമ്മളുടെ ബാക്ക് ഡ്രോപ്പിൽ നമ്മൾ റെഫർ ചെയ്യേണ്ടത് വരുന്നതുകൊണ്ട് ചെറിയ ചെറിയ പരാമർശങ്ങൾ, പേരുകളൊക്കെ ഒന്ന് ജസ്റ്റ് ട്വീക്ക് ചെയ്യുക, അങ്ങനത്തെ കുറച്ച് കൺസേൺസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ സെൻസറിനാണ്. വേറെ അങ്ങനെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ അത് ഈ പറഞ്ഞ നമുക്ക് ബേസിക്കലി ഉണ്ടായിരുന്ന എലക്ഷൻ വന്നതുകൊണ്ടാണ് നമുക്കത് ഒന്ന് മാറ്റി 10-ാം തീയതി വെച്ചത്. പക്ഷെ അപ്പോഴും നമുക്ക് സെൻസർ കിട്ടാണ്ട് വന്നുകൊണ്ട് പിന്നീട് അത് മാറ്റി 15-ലേക്ക് ആക്കിയതാണ്. അതാണ് അതിൻ്റെ ഒരു നോർമലി ഒരു ആക്ടറെ സംബന്ധിച്ച് അവരുടെ ബാരിയേഴ്സ് ബ്രേക്ക് ചെയ്യുക എന്ന് പറയുന്നത് ചെറിയൊരു കാര്യമല്ല. അപ്പോൾ നമ്മൾ കിട്ടുന്ന കഥാപാത്രം അതിൻ്റെ ഒരു എക്സ്ട്രീം ലെവലിൽ അല്ലെങ്കിൽ ആ കഥാപാത്രമായി മാറുക എന്ന് പറയുന്നത് ചെറിയൊരു പ്രോസസ് അല്ല. ഇപ്പോൾ ഇതിലെ ചട്ടമ്പിയാണെങ്കിൽ ചട്ടമ്പിയായിട്ട് മാറുമ്പോൾ ഉണ്ടാകുന്നൊരു, ഇപ്പം നാളെ തന്നെ ചാക്കോച്ചൻ്റെ മറ്റൊരു പടവർമ്മമാണ് ദുരൂഹ സാഹചര്യത്തിൽ. അപ്പം അതിലെ കഥാപാത്രങ്ങളും ഒരു എൻ്റെ ബോഡി ട്രാൻസ്ഫോർമേഷൻ നടത്തുന്ന ഒരു നമുക്ക് പെട്ടെന്ന് റിലേറ്റ് ചെയ്യാൻ പോലും പറ്റുന്ന ഒരു ട്രാൻസ്ഫോർമേഷനാണ്. അപ്പം ടോവിന് എത്രത്തോളം കെയർഫുള്ളാണ് വരുന്ന കഥാപാത്രങ്ങൾ എനിക്ക് പ്രേക്ഷകർ എന്നെ ഒരിക്കലും പ്രേക്ഷകൻ കാണരുത് എന്നുള്ളൊരു ആക്ടറുടെ ഒരു ഇതുണ്ടല്ലോ, എത്രത്തോളം ടഫായിരുന്നു? അല്ല, അത് ടഫ് തന്നെയാണ്. കാര്യം അൾട്ടിമേറ്റ്ലി ഞാനാണല്ലോ ചെയ്യുന്നത്. അപ്പോൾ എന്നെ അതിൽ കാണാനുള്ള, പരമാവധി ഞാനതിലില്ലെങ്കിൽ പോലും ഓൾറെഡി ഞാനാണത് ചെയ്യുന്നതെന്ന് എന്നെ നിങ്ങൾക്കൊക്കെ അറിയുകയും ചെയ്യാമല്ലോ. അപ്പോൾ ഇത് ടോവിനോ ആണ് അത് എന്നുള്ള ഓൾറെഡി നിങ്ങൾക്കറിയാം. അപ്പോൾ പിന്നെ ഭയങ്കര എഫേർട്ടാണ് മറ്റൊരാളെ പോലെ തോന്നിപ്പിക്കുക എന്ന് പറയുന്നത്. അതിന് വേണ്ടിയിട്ടുള്ള എഫേർട്ട് സ്വാഭാവികമായിട്ടും ആ ശ്രമം എല്ലാ സിനിമകളിലും ഉണ്ട്, ഈ സിനിമയിലും ഉണ്ടായിട്ടുണ്ട്. അതിൽ ആ എഫേർട്ടിന് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ ഭയങ്കരമായിട്ട് എന്നെ തന്നെ ഡയറക്ടർക്ക് സറണ്ടർ ചെയ്തിട്ട് ഞാൻ ഭയങ്കരമായിട്ട് ഡയറക്ടറിനെ ഡിപ്പെൻഡൻ്റ് ആയിട്ട് നിൽക്കുന്ന ഒരാളാണ്. അപ്പോൾ ഇത് ഞാൻ ഒറ്റയ്ക്ക് അല്ല ഇത് രൂപപ്പെടുത്തുന്നത് ക്യാരക്ടറിനെ. അപ്പോൾ രൂപപ്പെടുത്തുന്നതിന് മറ്റൊരാളുടെയും കൂടെ സഹായം വരുന്ന സമയത്ത് എൻ്റെ ബുദ്ധിയിലും എൻ്റെ ചിന്തയിലും ഞാൻ സൃഷ്ടിക്കുന്ന ഒരു കഥാപാത്രത്തിനേക്കാളും ഇതിൻ്റെ ആക്ച്വൽ സൃഷ്ടാക്കളായിട്ടുള്ള ഇതിൻ്റെ റൈറ്ററും സംവിധായകനും കൂടി എനിക്ക് ഇൻപുട്സ് തരുന്ന സമയത്ത് എൻ്റെ ആ ശ്രമത്തിന് കുറച്ചും കൂടെ സഹായകമാണ്. അത് ആണ് ഞാൻ
പരമാവധി ശ്രദ്ധിക്കുന്ന ഒരു കാര്യം. പിന്നെ അത് മാത്രമല്ല, അതല്ലാതെയും വരാനിരിക്കുന്ന സിനിമകളിൽ ഞാൻ ചെറുതും വലുതുമായിട്ടുള്ള വേഷങ്ങൾ ചെയ്തിട്ടുണ്ട്. അതിലെല്ലാം ഞാനത് ഈ അങ്ങനത്തെ ഒരു ബാരിയർ ബ്രേക്ക് ചെയ്യാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. നിങ്ങൾക്കും അതുപോലെ തന്നെ എന്താ പറയുക, എൻ്റെ അംശം എന്തായാലും അതിനകത്തുണ്ടാവും, അതില്ല എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ മറ്റൊരാളെ പോലെ തോന്നിയേക്കാം അങ്ങനത്തെ സിനിമകളും ഇത് വെച്ചിട്ടുണ്ട്. ജെയ്ക്സിൻ്റെ വർക്കിൽ വളരെ പ്രിസൈസ് ആയിട്ട് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് കണ്ടിട്ടുള്ളത് ഓരോ ഒരു പ്രധാനപ്പെട്ട അതിലത്തെ ഒരു കഥാപാത്രം അല്ലെങ്കിൽ നായക കഥാപാത്രത്തിന് കൊടുക്കുന്ന തീം മ്യൂസിക്കിനുള്ള ബാക്കിങ്ങിന് പലപ്പോഴും മെറ്റഫറുകളൊക്കെ ഉപയോഗിക്കാറുണ്ട്. ഇപ്പോൾ സൂര്യ സാറ്റർഡേയിൽ ഈ നരകാസുരൻ്റെയും കൃഷ്ണൻ്റെയും കാര്യം എടുത്ത് പറയുന്നത്, അല്ലെങ്കിൽ തുടരുവിലെ ഒരു ഒറ്റയാനെ എടുത്ത് കാണിക്കുന്നത്. അപ്പം അങ്ങനെയുള്ള മെറ്റഫറുകളും കൂടി പ്ലേസ് ചെയ്യുമ്പോൾ ആളുകൾക്ക് ഭയങ്കര ഇമ്പാക്ട്ഫുൾ ആണ് അതിൻ്റെ തീം മ്യൂസിക്. ഇപ്പം പള്ളിച്ചട്ടമ്പി എന്നുള്ള പേരിൽ തന്നെ അതിനുള്ള അങ്ങനെ ഒരു സ്കോപ്പ് ഉണ്ടല്ലോ. ലാർജർ ലൈഫ് ക്യാരക്ടർ, ഒരുപാട് ഫൈറ്റൊക്കെ ചെയ്യുന്ന ആളുകൾക്ക് ഒരു വീരാരാധന ഉണ്ടാവുന്ന ഒരു മനുഷ്യൻ, അങ്ങനെ ഒരു ഇമേജ് കൂടി ഉണ്ടല്ലോ. അപ്പോൾ പള്ളിച്ചട്ടമ്പിയിൽ എന്താ ഒരു തീമായിട്ട് ഒരു മെറ്റഫറായിട്ട് ഉപയോഗിച്ചിട്ടുള്ള ഇൻ ടേംസ് ഓഫ് മ്യൂസിക്? മെറ്റഫറായിട്ട് യൂസ് ചെയ്തിട്ടില്ല. ബട്ട് ഞാൻ എപ്പോഴും നോക്കുന്നത് ആ സ്ക്രിപ്റ്റിലെ ഇമോഷണൽ കോർ ഒന്ന് പിടിക്കാനാണ്. അപ്പോൾ ഇതിൽ നിങ്ങൾ സിനിമ കാണുമ്പോൾ അറിയാം, ചട്ടമ്പിയുടെ ക്യാരക്ടർ അണ്ടർഗോ ചെയ്തിരിക്കുന്ന പുള്ളി ഈ പ്രസന്റിലോട്ട്, അതായത് 50s വന്നിരിക്കുന്ന സമയത്ത് ബാക്ക് സ്റ്റോറിയിൽ ഉണ്ടായിരിക്കുന്ന ഒരുപാട് ട്രോമ ഉണ്ട്. അത് അപ്പം ഞാൻ ഇപ്പോഴിപ്പം ലൊക്കേറ്റഡ് ലോക്കലാണെങ്കിലും ഞങ്ങൾ ഫസ്റ്റ് ടീസറിൽ വിട്ടത് ആ ഒരു മെയിൻ മദറുമായിട്ടുള്ളൊരു കണക്ഷനാണ്. അതുപോലെ തന്നെ ഇവിടെ ഒരു സിസ്റ്ററുമായിട്ടൊരു കണക്ഷനുണ്ട്. ഞാൻ കഥ പറയുന്നത് നിങ്ങൾക്കറിയാം. അപ്പോൾ ഐ ഓൾവേസ് ലുക്ക് ഫോർ ദാറ്റ് ഇമോഷണൽ കണ്ടന്റ്. എവിടെയാണ് പടത്തിൻ്റെ ഇമോഷണൽ കോർ ഇരിക്കുന്നത് എന്നുള്ളൊരു കാര്യം നോക്കും. പിന്നെ അതിന് ഞാൻ കുറേ നാള് ട്രൈ ഔട്ട്, എങ്ങനെ പോവാം, വോയിസ് വെച്ച് പോകണോ, ഓർക്കസ്ട്രലായിട്ട് പോകണോ. ഇതിപ്പോൾ ഒരു കാലഘട്ടമുണ്ട്, എന്നാൽ ഒരുപാട് ഡേറ്റഡ് ആവാനും പാടില്ല, കുറച്ച് ന്യൂ ഏജ് ആയിട്ട് സൗണ്ട് ചെയ്യണം, എന്നാലും തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ് കൊടുക്കാൻ പറ്റില്ല. സോ ഒരു മിഡിൽ ഗ്രൗണ്ട് ഹൈബ്രിഡ് എന്ന് പറയും. വി ചോസ് സം ഓർക്കസ്ട്രൽ, സം ഇലക്ട്രോണിക് എലമെന്റ്സ്, പിന്നെ വോയിസ് യൂസ് ചെയ്തു. എങ്ങനെ ചട്ടമ്പിനെ നമുക്ക് വിവരിക്കാമെന്നുള്ളത് ഒരു ലിറിക്കൽ, ഒരിത്തിരി ക്രിസ്ത്യൻ കോണ്ടെക്സ്റ്റുകൾ അതിൽ കൊണ്ടുവന്ന്. കാരണം ആ ഒരു ടെറൈൻ അങ്ങനെ ആയതുകൊണ്ട് തന്നെ, പിന്നെ അതിലുപരി ആ കോർ ഇമോഷനെ ബോറോ ചെയ്തിട്ടാണ് ആ തീമിലോട്ട് വന്നത് തന്നെ. ഞാനത് കമ്പോസ് ചെയ്യുമ്പോൾ ഇരിക്കുന്ന ചട്ടമ്പി അനുഭവിച്ച ആ പെയിൻ മനസ്സിൽ ഉൾക്കൊണ്ട് അതിനെ എങ്ങനെ എലിവേറ്റ് ചെയ്യാന്നുള്ള രീതിയിലാണ്. സോ ഐ ബിലീവ് ഫിലിം സ്കോറിംഗ് ഇസ് ഓൾ അബൌട്ട് ഗോയിങ് വിത്ത് ദ റൈറ്റർ. റൈറ്ററുടെ കയ്യിലാണ് ഫസ്റ്റ് എന്താ പറയുക സ്കോറിൻ്റെ ഒരു ഗ്രാഫ് ഇരിക്കുന്നത്. പിന്നെ എഡിറ്റർ തരുമ്പോൾ അത് കുറച്ചുകൂടെ ക്ലിയർ ആവും. പിന്നെ പെർഫോമൻസ് കാണുമ്പോൾ അപ്പോൾ ടോബി ഒരുപാട് ആ എഫേർട്ട് എടുക്കുമ്പോൾ നമുക്കത് ഫീൽ ചെയ്യും. ഓക്കെ, ഐ തിങ്ക് ഇത് ഇത്ര ഇട്ടാൽ പോലെ കുറച്ചുകൂടെ എലിവേറ്റ് ചെയ്യണം. എസ്പെഷ്യലി ക്ലൈമാക്സിലൊക്കെ വരുമ്പോൾ എത്രത്തോളം ഹീറോ എലിവേഷൻ കിട്ടുന്നു അത്രത്തോളം ഓഡിയൻസിന് അത് എൻഗേജ് ചെയ്യണം. കാരണം അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ, ഇപ്പം നേരത്തെ ഒരാൾ ചോദിച്ച പോലെ പള്ളിച്ചട്ടമ്പി ഈസ് അബൌട്ട് ചട്ടമ്പിയുടെ കഥ തന്നെയാണ്. അപ്പൊ ചട്ടമ്പിനെ നമ്മൾ എത്രത്തോളം അൺപാഷിംഗ്ലി എലിവേറ്റ് ചെയ്യാൻ പറ്റുന്നോ തിയേറ്ററിൽ ഓഡിയൻസ് അത് അക്സെപ്റ്റ് ചെയ്ത് ഞാൻ കരുതുന്നു. അപ്പം അതിനുള്ള പണി എടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നു. യു വാച്ച് ഇറ്റ് പോകണം. പക്ഷെ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഞാൻ എപ്പോഴും ആ സ്കോറിന്റെ ആ തീം അപ്രോച്ച് ചെയ്യുന്നത്, ഇപ്പം തുടരുമ്പില് തരുൺ എനിക്ക് കുറെ ഡിസ്ക്രിപ്ഷൻ തന്നു, ഇങ്ങനെ ആനയുടെ പാമ്പിന്റെ. ഇവിടെ ഐ ട്രൈ ടു എക്സ്ട്രാക്ട് എന്താണ് ചട്ടമ്പിയുടെ കോർ ഇമോഷൻ, അതിനെങ്ങനെ മാസിയാക്കാം, അതിനെങ്ങനെ സങ്കടമുള്ളതാക്കാം, അതിനെ ആ ചട്ടമ്പിയുടെ ഇമോഷനിലൂടെ നമ്മൾ എങ്ങനെ പോകാന്നുള്ളത് മാത്രമേ സ്ട്രിക്ട്ലി ഫ്രം ചട്ടമ്പിയുടെ പെർസ്പെക്റ്റീവ്. ഇതിന് അനുബന്ധമായിട്ട് ഒരു കാര്യം പറയാനുള്ളൂ. നിങ്ങളുടെ ചോദ്യത്തിനും ജെയ്ക്സിന്റെ മറുപടിക്കും അനുബന്ധമായിട്ട് ഞാൻ ഈ സിനിമ ഫൈനൽ വേർഷൻ കാണുമ്പോൾ എന്നെ അത്ഭുതപ്പെടുത്തിയൊരു കാര്യമുണ്ട്. ഞാനത് ജെയ്ക്സിനെ അടുത്ത് കിട്ടുമ്പോൾ പറയാൻ വേണ്ടിയിരുന്നൊരു കാര്യമാണ്. ഇതിൻ്റെ ഒരു ക്ലൈമാക്സ് പോർഷനിലേക്കൊക്കെ വരുമ്പോഴത്തേക്കുള്ള ഒരു നമ്മുടെ ഒരു മ്യൂസിക്കിൻ്റെ ഒരു സ്വഭാവം, അതായത് ഈ സ്ക്രിപ്റ്റ് ഞാൻ ആദ്യ വേർഷൻ എഴുതുമ്പോൾ മുതൽ തന്നെ ഞാൻ ലെഫ്റ്റ് സൈഡിൽ ചെറുതായിട്ട് കുറിച്ചിടുന്ന ഒരു മ്യൂസിക്കൽ നോട്ട്, അത് ഒരു പക്ഷെങ്കിൽ ചിലപ്പോൾ ഞാൻ ഡയറക്ടർ കൊടുക്കുമ്പോൾ അത് ഒഴിവാക്കും. കാരണം അത് അദ്ദേഹത്തിൻ്റെ ചോയ്സാണ്, അദ്ദേഹം തിരഞ്ഞെടുക്കേണ്ടതാണ് എന്നുള്ളത്. അപ്പം ഞാൻ ചില പോർഷൻസിൽ ഞാൻ കോൾഡ് വാർ മ്യൂസിക് റെഫറൻസ് ഇട്ടിരുന്നു. ഇത് ഇപ്പോൾ ജെയ്ക്സ് അത് റെഫർ ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ ഇനി കോൾഡ് വാർ മ്യൂസിക് നമ്മൾ എടുത്തൊന്ന് കണ്ട് ഒന്നത് കേട്ട് കഴിയുമ്പോൾ അത്ഭുതമായി എന്നെ സംബന്ധിച്ച് എനിക്കത് ഭയങ്കര എന്താ പറയുന്നത് ഒരു ഭയങ്കര സർപ്രൈസിങ് ആയിട്ട് ഫീൽ ചെയ്യും. അതായത് ഇതിൻ്റെ കാലഘട്ടം, അതിൻ്റെ പൊളിറ്റിക്സും ആ സമയത്തെ സംഗീതവുമാണ് ഈ കോൾഡ് വാർ മ്യൂസിക് എന്ന് പറയുന്നത്.
പക്ഷേ ഇത് റെഫർ ചെയ്തിട്ടില്ല എന്ന് ജേക്സ് തന്നെ പറയുന്നു. ചെയ്യാതെ തന്നെ ഇത് അദ്ദേഹത്തിൻ്റെ മ്യൂസിക്കിൽ വന്നു എന്ന് പറയുമ്പോൾ ഒരു സ്ക്രിപ്റ്റ് എത്രത്തോളമാണ് ജേക്സിനെ മുമ്പോട്ട് നയിക്കുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലുതാണ്. എന്നെ സംബന്ധിച്ച് അത് ഭയങ്കര സർപ്രൈസിംഗ് ആണ്. ഞാനത് ജേക്സിനെ ഞങ്ങൾക്ക് പേഴ്സണലി ഒന്നും അടുത്ത് കണ്ടില്ല, അതുകൊണ്ടാണ് പറയുന്നത്. ഫോണിൽ കൂടെ പറയേണ്ട കാര്യം അല്ലാത്തതുകൊണ്ടാണ് പറയാതിരുന്നത്. അങ്ങനെ ഒരു അത്ഭുതങ്ങൾ കാണിക്കുന്ന ഒരു മ്യൂസിക് ഡയറക്ടറാണ് ഞങ്ങളുടെ കൂടെ ഉള്ളതെന്നുള്ള ഞങ്ങൾക്ക് വലിയ സന്തോഷമുള്ള കാര്യമാണ്. പ്രൊഡ്യൂസറിനോട് ഒരു ചോദ്യം. ഇപ്പം ഈ സിനിമയെ സംബന്ധിച്ചിടത്തോളം ഈ കാലഘട്ടത്തിൽ ഉപയോഗിക്കുന്ന ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ബക്കറ്റ് പോലും ഏറ്റവും മിനിമലായ ഒരു കാര്യം അതുപോലും കാണിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. അപ്പോൾ അതിനുപോലും ആർട്ട് സൈഡിൽ ചിന്തിക്കണം. ഇപ്പോൾ ഒരു ദിവസം നോർമലി ഒരു സ്റ്റാറുള്ള പടത്തിന് ഒരു 5 to 6 ലക്ഷം രൂപ ചിലവ് വരുന്ന സമയത്ത് ഇതിനകത്ത് റെയിൻ യൂണിറ്റ് വേറെ, അല്ലെങ്കിൽ അല്ലാത്ത പുറമേ ഉള്ള മഴ. അപ്പം ഈ കോസ്റ്റ് ഷൂട്ടപ്പ് ചെയ്ത് പോവാണല്ലോ. ഇതിനെ നമുക്ക് പക്ഷേ ഒരു വിഷനുണ്ട്. തിയേറ്ററിൽ കാണുന്നു, ആളുകൾ അനുമോദിക്കുന്നു, പിന്നെ റവന്യൂ വരുന്നു. അതിനൊരു മാനസികമായിട്ട് കൂടി നമ്മൾ ഒരുങ്ങണമല്ലോ. അതിനെങ്ങനെ സാധിച്ചു? അത് സിനിമ പ്രൊഡക്ഷൻ എന്നല്ല, നമ്മൾ എന്ത് ബിസിനസ് ചെയ്യുമ്പോഴും കൂടെ വർക്ക് ചെയ്യുന്നവരെ വിശ്വസിക്കുക എന്നുള്ളതാണ്. അവർക്ക് വേണ്ട എല്ലാ സാഹചര്യങ്ങളും ഒരുക്കുക എന്നുള്ളത് മാത്രമാണ് എൻ്റെ ദൗത്യം. അതിലൊരു കോംപ്രമൈസും ഞാൻ ചെയ്തിട്ടില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒരുപക്ഷെ സിനിമ കാണുമ്പോഴും നിങ്ങൾക്ക് അത് തന്നെ ഫീൽ ചെയ്യും. പിന്നെ നേരത്തെ പലരും പറഞ്ഞ പോലെ ഒരുപാട് എന്താ പറയുക അൺഎക്സ്പെക്റ്റഡ് അൺപ്രസിഡൻറ്റഡ് സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അതെല്ലാ ബിസിനസ്സിലും ഉണ്ടാകും. അത് നമ്മൾ ഓരോ തീരുമാനങ്ങളെടുത്ത് മുന്നോട്ട് പോകാമെന്നേ ഉള്ളൂ. നൗഫലിന് ഏറ്റവും കൂടുതൽ ഈ സിനിമയുടെ ലൊക്കേഷനാണ് ഞാൻ വന്ന് കണ്ടിട്ടുണ്ടോ. ഇതിനുശേഷം സിനിമ നമുക്ക് തീരുന്നു. പിന്നെ സെൻസറിലേക്ക് എത്തുമ്പോഴാണ് എനിക്ക് തോന്നുന്നു നൗഫലിന് വല്ലാതെ ഒരു മനപ്രയാസം ഉണ്ടായിരുന്നതാണ്. എനിക്ക് പേഴ്സണൽ അറിയാം, വല്ലാത്തൊരു മനപ്രയാസത്തിലേക്ക് പോകുന്നു. ട്രിവാൻഡ്രത്ത് സെൻസർ കിട്ടാതെ വരുന്നു. പിന്നീട് ബോംബെയിൽ കിടന്ന് കുറേ ദിവസങ്ങൾ ബോംബെയിൽ ഡിജോയായിട്ട് കഴിയുന്നു. ആ സമയത്തൊക്കെ മനസ്സിൽ വളരെ ബുദ്ധിമുട്ടുണ്ടായിട്ടാണ്, തീർച്ചയായിട്ടും ഉണ്ടായിട്ടാണ്. അത് നമ്മളൊരു സിനിമ പ്രേക്ഷകർക്ക് കൊടുക്കുകയാണ്. ഇതിനു മുമ്പ് സെൻസർ കത്രയെ വെച്ചിട്ടുണ്ട്, പല സ്ഥലത്തും കത്രയെ വെച്ച ചരിത്രം വരുന്നുണ്ട്. അത്തരം ഒരു അനുഭവം എങ്ങനെയാണ് ഒന്ന് ടോവിയൊക്കെ ആയിട്ട് ഫോൺ വിളിക്കുമ്പോഴും സെക്രട്ടറിയായിട്ട് ഫോൺ വിളിക്കുമ്പോഴൊക്കെ എന്തായിരുന്നു ഒരു അനുഭവം ഫീൽ ചെയ്യും? അല്ല, ഞാൻ ഏത് സാഹചര്യവും എൻജോയ് ചെയ്യുന്ന ആളാണ്. സീരിയസ്ലി ഞാൻ ശരിക്കും എൻജോയ് ചെയ്തു ആ സെൻസറിൻ്റെ കാര്യം. എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് എനിക്ക് തോന്നുന്നു ഒരുപാട് പ്രൊഡ്യൂസേഴ്സൊന്നും ഈ ഒരു സെൻസർ പ്രോസസ്സിലൂടെ പോയിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. പക്ഷെ ഞാൻ എൻജോയ് ചെയ്തു. ആ പരാതികളില്ല, എല്ലാ സാഹചര്യവും എൻജോയ് ചെയ്യുക എന്നുള്ളതാണ് ഞാൻ എപ്പോഴും ശ്രദ്ധിക്കാറ്. അല്ലെങ്കിൽ നമുക്ക് ഇതിനോടൊരു മടുപ്പ് തോന്നുമല്ലോ. അപ്പോൾ അത് തോന്നാണ്ടിരിക്കാൻ ഞാൻ ആ സാഹചര്യം എൻജോയ് ചെയ്തു. ആ പ്രോസസ്സിനെ അറിയാൻ പറ്റി. എനിക്കിതൊരു ഭയങ്കര പുതിയ പ്രോസസ്സായിട്ട് തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. അത് തന്നെയാണ് ഇവരൊക്കെ ചിരിക്കുന്നത്. പക്ഷേ കുഴപ്പമില്ല, വി ഹാവ് ടു ലിവ് വിത്ത് ഇറ്റ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ്, ഏത് സാഹചര്യവും നമ്മൾ നേരിടുക, അത് നേരിട്ടു എന്ന് വിശ്വസിക്കുന്നു. നമ്മളൊരു പ്രൊഡക്റ്റ് അങ്ങ് കൊടുക്കുകയാണ്. തീർച്ചയായിട്ടും നമ്മൾ ഇഷ്ടത്തോടുകൂടി ഷൂട്ട് ചെയ്തിരിക്കുന്നു, എഡിറ്റ് ചെയ്തിരിക്കുന്നു. ടോവിയാണ് ഈ നല്ല ഗംഭീരമായിട്ട് അഭിനയിക്കുന്നത്. ആ സാധനങ്ങളൊക്കെ ഒരു പല ആർട്ടിസ്റ്റുകളുടെയും പല ഭാഗങ്ങളാണ് ഇവർ സെൻസർ ബോർഡ് പറയുന്നത്. അത് നമ്മൾ കേട്ടിരിക്കുമ്പോൾ നമ്മുടെ മാനസികാവസ്ഥ ഉണ്ടല്ലോ. അല്ല, ഫോർച്ചുനേറ്റ്ലി നമുക്ക് ഈ പ്രോസസ്സിലൂടെയൊക്കെ പോയെങ്കിൽ പോലും ഒരുപാട് കട്ടുകളൊന്നും നമുക്ക് വന്നിട്ടില്ല. ചെറിയ വളരെ മൈന്യൂട്ട് ഡിഫറൻസുകളെ വന്നിട്ടുള്ളൂ. അതല്ലാണ്ട് സെൻസർ ബോർഡ് കാര്യമായി കത്തി വെച്ചു എന്ന് ഒരിക്കലും ഞാൻ പറയില്ല. ചെയ്തിട്ടുമില്ല. അത് അവരും സഹകരിച്ചിട്ടുണ്ട് നമ്മുടെ കൂടെ, അല്ലേ? അല്ല, ബേസിക്കലി അങ്ങനെ നമുക്ക് ഓരോന്നും കേൾക്കുമ്പോൾ ഏറ്റവും കൂടുതൽ വിഷമം വരുന്നത് എനിക്കാണ് ഏറ്റവും കൂടുതൽ. കാരണം സിനിമയുടെ ക്രിയേറ്റീവ് സാധനത്തിലാണല്ലോ വരാം. അപ്പം എനിക്ക് ഭയങ്കര പെയിൻഫുൾ ആവുകയാണെങ്കിൽ പോലും നൗഫലിനെ സംബന്ധിച്ചോളം നമ്മൾ പ്രോമിസ് ചെയ്യുന്നൊരു ഡേറ്റ് ഉണ്ട്. അത് പലപ്പോഴും നമ്മൾ അറിഞ്ഞോ അറിയാതെയോ മാറിപ്പോകുന്നതിലാണ് നൗഫലിന് ഏറ്റവും. നൗഫലിന് മാത്രമല്ല, അതും ഞങ്ങളുടെ എല്ലാവരുടെയും. അതുകൊണ്ടാണ് ബേസിക്കലി ഇന്നിപ്പോൾ പ്രസ് മീറ്റിൻ്റെ ഉദ്ദേശം. കാര്യം 9 എന്ന് പറഞ്ഞു, പിന്നെ നമ്മളത് മാറ്റി ഇലക്ഷൻ ആയതുകൊണ്ട് 10 വെച്ചു. പക്ഷേ നമുക്ക് സെൻസറിൻ്റെ ഇതും ഇഷ്യൂ സർട്ടിഫിക്കറ്റ് കിട്ടാതെ വന്നുകൊണ്ട് അത് 15 മാറ്റി. അപ്പോൾ ഡേറ്റ് ഫൈനലി നമ്മൾ പ്രോമിസ് ചെയ്ത് നമുക്ക് ഡെലിവറി ചെയ്ത് നമ്മൾ വിഷുവിന് എത്തിക്കാൻ പറ്റിയതിൽ സന്തോഷമുണ്ട്. പക്ഷെ എനിക്ക് പറഞ്ഞാൽ നമ്മൾ ഈ സിനിമ തുടങ്ങുമ്പോഴേ വിഷു ആണ് നമ്മുടെ വിഷുവിന് റിലീസ് എന്നുള്ളതാണ്. ഇപ്പോൾ കഴിഞ്ഞ എൻ്റെ സിനിമ ഞാനും ടോബിയും പാർട്ട്ണർ ചെയ്ത അതും മരണമാസം വിഷുവിനാണ് റിലീസ് ചെയ്തത്. അന്നേ ഞങ്ങൾക്കൊരാഗ്രഹം ഉണ്ടായിരുന്നു അടുത്ത വിഷുവിനെ പള്ളിച്ചട്ടമ്പി എത്തിക്കണമെന്ന്. അതെങ്ങനെയൊക്കെ കറങ്ങി തിരിഞ്ഞ് കറക്റ്റ് ആ വിഷുവിനെ തന്നെ എത്തി എന്നുള്ളതാണ്. അപ്പോൾ അതിനെയും പോസിറ്റീവായിട്ട് മാത്രമേ ഞാൻ കാണുന്നുള്ളൂ. ഈ
ഷൂട്ടിംഗ് സമയത്ത് ടോബി ഒരു ദിവസം പോലും മുടക്കം വേണ്ട. ടോബി പറയാമായിരുന്നു ഒരു ദിവസം പോലും വേണ്ട, എത്ര രാത്രിയായാലും ഓക്കെയാണ്, രാവിലെ വിളിക്കുമ്പോൾ തന്നെ വരും. ഒരു ദിവസം ടോബി പറഞ്ഞു വെച്ചു, അങ്ങനെയാണെങ്കിൽ ഒരു ദിവസം എനിക്കൊന്ന് പനിയടിച്ചപ്പം കുറച്ചുകൂടി പറഞ്ഞു, പനിയടിച്ചപ്പം അങ്ങോട്ട് ആവശ്യപ്പെട്ടു എനിക്കൊന്ന് റെസ്റ്റ് കിട്ടിയാൽ കൊള്ളാമെന്ന്. ആ സിറ്റുവേഷൻ എങ്ങനെയാണ്? എല്ലാ ദിവസവും നമ്മൾ രാത്രിയാണ് ഷൂട്ട്, പൂർണ്ണ രാത്രിയായിരുന്നു ഷൂട്ട്, മഴയിൽ നനഞ്ഞുകൊണ്ടുള്ള ഷൂട്ടായിരുന്നു, പനി പിടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ട്. അതൊക്കെ എങ്ങനെയായിരുന്നു? അത് എനിക്കെന്താ വെച്ചാൽ നമ്മൾ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ സത്യം പറഞ്ഞാലത് അതിൻ്റെ ഇടയിൽ ബ്രേക്കുകൾ എടുക്കുക എന്ന് പറഞ്ഞാൽ ഒന്ന് നമുക്ക് അങ്ങനെ ബ്രേക്കുകൾ എടുക്കാനായിട്ട് അത് ഭയങ്കര കൺവീനിയൻസ് ആണ്, അങ്ങനെ ബ്രേക്ക് എടുത്ത് വിശ്രമിച്ച് ബാക്കി ഷൂട്ട് ചെയ്യാൻ. പക്ഷെ അത്രയും കൺവീനിയൻ്റ് ആയിട്ട് ഷൂട്ട് ചെയ്യാൻ മാത്രം അങ്ങനത്തെ ബഡ്ജറ്റ് അല്ല നമ്മളുടെ മലയാള സിനിമയുടെ ഒരു സ്ട്രോങ് പോയിന്റ്. നമ്മളെപ്പോഴും കുറച്ച് ഒരു എക്സ്ട്രാ എഫേർട്ട് എടുത്തിട്ട് തന്നെയാണ് ഇപ്പോഴും മലയാള സിനിമ എല്ലാ സിനിമകളും അങ്ങനെയാണ് ചെയ്യുന്നത്. മറ്റ് ഇൻഡസ്ട്രികളിലുള്ള പോലെ മാസത്തിൽ 20 ദിവസം ഷൂട്ട് പിന്നെ 10 ദിവസം റെസ്റ്റ് പോലെ ചെയ്യാനായിട്ടുള്ള ഒരു സാഹചര്യം നമുക്കില്ല. നമ്മളുടെ മലയാളി ഡയസ്പോറയാണ് കൂടുതലായിട്ടും മലയാള സിനിമകൾ കാണുന്നത്. അപ്പോൾ നമുക്ക് വരാവുന്ന ഒരു വരവിനനുസരിച്ച് നമുക്ക് ഇത് ചെലവ് ചെയ്യുന്നതിനെ പറ്റി ചിന്തിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മളൊരു എത്ര മുടക്കിയാലും അതിൻ്റെ ഇരട്ടി സിനിമയിൽ കാണണം എന്നുള്ളതാണ് നമ്മളൊക്കെ ആഗ്രഹിക്കുക. അപ്പോൾ അത് കാരണം കൊണ്ടും പിന്നെ ആ സിനിമ ഒരു സിനിമയുടെ ഷൂട്ട് തുടങ്ങി മഴ കാരണം കൊണ്ടൊക്കെ ആയിട്ട് ചില ദിവസങ്ങളിൽ ചിലപ്പോൾ ഒരു ഉച്ചയ്ക്ക് 2 മണിക്കൊക്കെ നമുക്ക് രാവിലെ തുടങ്ങി ഉച്ചയ്ക്ക് 2 മണിക്കൊക്കെ പാക്കപ്പ് ചെയ്യേണ്ട അവസ്ഥ വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ മുന്നോട്ടുള്ള സിനിമകൾക്ക് നമ്മൾ ഏകദേശം ഒരു ടെൻറ്റേറ്റീവ് ഡേറ്റ് നമ്മൾ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ ആ ഡേറ്റുകളിൽ നിന്ന് മാറും. അപ്പോൾ ഒരു സിനിമയല്ല മാറുക, തുടർന്ന് അങ്ങോട്ടുള്ള എല്ലാ സിനിമകളുടെയും ഡേറ്റുകൾ നമ്മൾ പറഞ്ഞു വെച്ചിരിക്കുന്നതെന്ന് മാറും. അപ്പോൾ ഇതൊക്കെ ഉള്ള കാരണം കൊണ്ട് ഞാൻ അതിനേക്കാൾ നമുക്ക് എല്ലാ ദിവസവും വർക്ക് ചെയ്യാം. ഒരു 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 സ്കെഡ്യൂളിൽ അങ്ങോട്ട് സിനിമ തീർന്നു കഴിഞ്ഞാൽ എല്ലാവർക്കും നല്ലതാണ്, പ്രൊഡ്യൂസർക്കും ലാഭം അതാണ്, നമുക്ക് എല്ലാവർക്കും ഒരു സമാധാനം അങ്ങനെയാണ്. അന്നെന്ന് വെച്ചാൽ ആ മഴയത്ത് ഒക്കെ ഷൂട്ട് ഉണ്ടായിരുന്നപ്പോൾ നമ്മൾ എത്ര ദിവസം മഴയത്ത് ഷൂട്ട് ചെയ്ത അല്ല മഴയത്ത് നമ്മൾ ആ ഫൈറ്റ് സീക്വൻസ് മഴയത്തുള്ളത് അവർ 6 ദിവസം മഴയത്ത് ഷൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് അപ്പം എല്ലാവരും മഴ നനഞ്ഞൊക്കെയാണ് നിൽക്കുന്നത് ആ സിനിമയിൽ പ്രവർത്തിക്കുന്ന എല്ലാവരും. അതിനകത്ത് ഞാനും അതിലുള്ള ഈ സിനിമയിൽ അഭിനയിക്കുന്ന എല്ലാവരും പ്രശാന്തന്റെ കുടയുണ്ടായിരുന്നു, ഇല്ല തലയിലെടുത്ത് ഓർത്തുകൊണ്ടുണ്ടായിരുന്നു. അങ്ങനെ ഭാഗ്യം ചെയ്തവർക്ക് കുടയുണ്ടാവും, ബാക്കിയുള്ളവരൊക്കെ ഈ മഴയത്തൊക്കെ നിന്നിട്ടാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഡിജോൻ പറഞ്ഞു എല്ലാവരും കുറച്ച് ടയർഡാണ്. ഡിജോ അങ്ങനെ ഒരു ലക്ഷറി നമുക്ക് എടുക്കാൻ പറ്റില്ല. അതായത് അവിടെ ഏറ്റവും കൂടുതൽ തലവത്തി പറഞ്ഞാൽ ഞാൻ ഷൂട്ടിന് വരാമെന്ന് പറഞ്ഞാൽ പിന്നെ വേറെ ആർക്കും വരാതിരിക്കാൻ പറ്റില്ലല്ലോ. പിന്നെ ഒരാഴ്ച ബ്രേക്ക് എടുക്കുമ്പോൾ ഈ ഇവരൊക്കെ പോകുന്നതിൻ്റെയും വരുന്നതിൻ്റെയും ഇവിടെ സ്റ്റേ ബാക്ക് ചെയ്യുന്നവരുടെ താമസത്തിൻ്റെയും തുടങ്ങിയിട്ടുള്ള എല്ലാ ചിലവുകളും പ്രൊഡ്യൂസറുടെ പോക്കറ്റിൽ നിന്നാണല്ലോ പോകുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനന്ന് വേണ്ടടിച്ചു നമുക്ക് നാളെ തൊട്ട് തന്നെ കണ്ടിന്യൂസ് ഷൂട്ട് ചെയ്യാം, അപ്പോൾ എല്ലാം കൊണ്ടും അതായിരിക്കും നല്ലത് എന്നൊക്കെ പറഞ്ഞിട്ട് പിറ്റേ ദിവസം രാവിലെ ആയപ്പോഴത്തേക്കും ഞാൻ തവിട് കൂടി. പണ്ടത്തെ ഒരു ചുമയും പനിയൊക്കെ വരുന്നതിനേക്കാൾ ഈ കൊറോണയൊക്കെ കഴിഞ്ഞതിന് ശേഷം വരുന്ന പനി ചുമ, ഞാനങ്ങനെ നല്ല ജലദോഷവും പനിയൊക്കെ ഉള്ള സമയത്ത് ഞാൻ ലേറ്റ് നൈറ്റൊക്കെ ഷൂട്ട് ചെയ്തിട്ടുള്ള ആളാണ്. എനിക്കത് അന്നൊന്നും അതൊരു കുഴപ്പം തോന്നിയിട്ടില്ല. ഇതെന്ന് വെച്ചാൽ ചിലപ്പോൾ ഫൈറ്റ് ചെയ്തതിൻ്റെ ആയിരിക്കാം, അത്രയും നേരം തലനീരിറങ്ങിയതിൻ്റെ ആയിരിക്കാം, എൻ്റെ കഴുത്തുളുക്കി, ബാക്ക്, നടുവേദന, ഭയങ്കരമായിട്ടുള്ള ചുമ, ആൻറ്റിബയോട്ടിക് കഴിക്കേണ്ടി വന്ന ഒരു കോഴ്സ്, അങ്ങനെയൊന്നും സാധാരണ ഉണ്ടാവാറില്ല. ആ കോൺഫിഡൻസിൽ പറഞ്ഞതാണ്. പക്ഷെ രാവിലെ എഴുന്നേറ്റിട്ട് ഇന്നലെ എന്താ പറ്റിയത്, എന്നെ ലോറി ഇടിച്ചോ, എന്താ എനിക്ക് എണീക്കാൻ പറ്റാത്തത് എന്ന് ചിന്തിക്കുന്ന അത്രയും ടയർഡായിരുന്നു ഞാൻ. അപ്പോഴാണ് ഞാൻ ടീച്ചറിനെ വിളിച്ചിട്ട് ഇന്നലെ പറഞ്ഞ് ഞാൻ തിരിച്ചെടുത്തിരിക്കുന്നു, നിങ്ങൾ ഷൂട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ ഷൂട്ട് ചെയ്തു. ഞാനൊരു 2 ദിവസം 3 ദിവസം റെസ്റ്റ് എടുത്തു. 3-4 ദിവസത്തേക്ക് ഭയങ്കര ക്ഷീണവും ഒക്കെ ആയിരുന്നു. അതങ്ങനെ എപ്പോഴും സംഭവിക്കാറുള്ളത്, വല്ലപ്പോഴും സംഭവിക്കണമാണ്. അത് സാധാരണ പനിയായിരുന്നു. മറ്റേ കൊറോണയുടെ വേരിയന്റും വന്ന് എൻ്റെ അഹങ്കാരത്തിന് എനിക്ക് തന്ന ശിക്ഷയായിരിക്കും. അഹങ്കാരമല്ല, അത് സതുദ്ദേശത്തോടുള്ള ഒരു ഇതായിരുന്നു. എന്തോന്നാലും പനിയുണ്ടെങ്കിലും ജലദോഷം ഉണ്ടെങ്കിലും നമ്മൾ ഷൂട്ട് ചെയ്യാണ്ട് ചോദിച്ചു, അങ്ങനെ നമ്മളെ നോക്കണ്ട എന്നൊക്കെ വിചാരിച്ചു. അങ്ങനെ ഞാൻ ഷൂട്ട് ചെയ്തിട്ടുള്ള കോൺഫിഡൻസിൽ അത് പറഞ്ഞത്. പക്ഷെ ഇതിൽ കുറച്ച് നമ്മൾ തകർന്നു പോയി. പക്ഷെ അത് കാരണം കൊണ്ടാണ് ഇപ്പോൾ കുറച്ച് കെയർഫുള്ളാണ്. ഞാൻ വൈറ്റമിൻ സി ഒക്കെ കഴിക്കുന്നുണ്ട് ഇമ്മ്യൂണിറ്റി കൂട്ടാനുള്ള. 4 സിനിമകൾ ഒരുമിച്ച് ഡിജോ ആയിട്ട് ആ 4 സിനിമ ചെയ്യുന്ന ഒരു എക്സ്പീരിയൻസ് ഡിജോ ഇപ്പോഴും അവിടെ നിൽക്കും. അങ്ങനെ പറയാൻ ശരിയാവില്ല. ഞങ്ങൾ എപ്പോഴും അടികൂടും. സ്ക്രിപ്റ്റ് പറയുമ്പോൾ തന്നെ ഞാനാണ് എനിക്ക് ഏറ്റവും ഉണക്കുന്നത്. അപ്പൊ പിന്നെ അവൻ എന്നെ കൺവിൻസ് ചെയ്യും. പിന്നെ എല്ലാ കാര്യത്തിലും ആ ഡിജോയ്ക്ക് ആ സ്ക്രിപ്റ്റിലുള്ള കോൺഫിഡൻസ് തന്നെ അവസാന റിസൾട്ടിൽ അൾട്ടിമേറ്റ്ലി എന്നെ സർപ്രൈസ് ചെയ്ത് തന്നെ ഡിജോ പടം ഫിനിഷ് ചെയ്യുമ്പം കൊള്ളാടാ എന്നും പറഞ്ഞിട്ടുണ്ട്. കാരണം ഞാൻ ഭയങ്കരമായിട്ട്
ഓരോ പോയിന്റുകൾ എടുത്ത് പറയും ഒരു സ്ക്രിപ്റ്റ് കേൾക്കുമ്പോൾ തന്നെ ഡിസ്കഷൻസിലൊക്കെ. പക്ഷെ ഡിജോയിലുള്ള ഒരു അഡ്വാൻറ്റേജ് വെച്ചാൽ ഒരു കോമൺ മാനായിട്ടുള്ള ഒരു കണക്ട്. സിനിമ എത്രത്തോളം സിമ്പിൾ ആയിരിക്കണം, ഹൗ ടു കണക്ട് ആൻഡ് ഈസിലി ആ സ്റ്റോറി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുള്ളതിൻ്റെ ഒരു വളരെ വ്യക്തമായ ക്ലാരിറ്റി അതിനുണ്ട്. പിന്നെ ഏത് ഹീറോയിനായാലും ഐ തിങ്ക് ഹി ഹാസ് എ നൈസ് നാക്ക് ടു നന്നായിട്ട് പ്രസന്റ് ചെയ്യാനും അവരുടെ ആ ബെസ്റ്റ് എഫേർട്ട് പുറത്തു വിടണം. അത് തന്നെ ഈ ടോവിയുടെ എഫേർട്ട് നാളെ നിങ്ങൾ കാണുമ്പോൾ മനസ്സിലാവും എങ്ങനെയാണ് ടോവിനെ യൂസ് ചെയ്തിരിക്കുന്നത്. ആദ്യ സിനിമയിൽ നിന്ന് എത്രമാത്രം വ്യത്യാസമുണ്ട് അത് ഇപ്പം നാളെ നിങ്ങൾ കാണുമ്പോൾ ആൾക്ക് എനിക്ക് തോന്നുന്നു ഒരു ആ എഫേർട്ട് തന്നെ ഇപ്പൊ തളരാതെ ഇത്രയും നാലാമത്തെ പടം ചെയ്യുന്നില്ലേ, അപ്പൊ അതിന് യു ഹാവ് ടു ഗിവ് ഇറ്റ് അപ്പ് ടു. അത് തന്നെ ഈ സിനിമയ്ക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ വഴക്ക് പിടിച്ചത് എവിടെയായി? അത് ഫസ്റ്റ് സ്ക്രിപ്റ്റ് നറേഷൻ തൊട്ട് വഴക്കായിരുന്നു. പക്ഷെ അത് ഓരോ പോയിന്റിലും ഇംപ്രൂവ് ചെയ്ത് ഐ മീൻ അടുത്ത വേർഷൻ വന്ന് ടോവിയായിട്ട് ഡിസ്കസ് ചെയ്യും, പിന്നെ തിരിച്ചു വരും. ആൻഡ് ദെൻ ഐ തിങ്ക് ശ്രീജിത്തോട് ഞങ്ങൾ പറയുന്നു. ഇൻഫാക്ട് എഡിറ്റ് ലോക്ക് ചെയ്യുന്ന പടം ഷൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ടും ഓരോ ചില ഡയറക്ടേഴ്സ് അത് ഒരു പടം കഴിഞ്ഞു അത് കഴിഞ്ഞ് അത് അവരുടെ ഓൺ പ്രോപ്പർട്ടിയാണ്, പിന്നെ ഡിസ്കഷൻസ് ഒന്നും കാണില്ല. ഇതങ്ങനെയല്ല, പടം ഇട്ട് കാണിച്ച് പടത്തിൽ വേറെ എന്തെങ്കിലും എനിക്ക് 1-2 പ്രിവ്യൂസ് ഒക്കെ ഇട്ടു. അത് കഴിഞ്ഞിട്ടും ആ കറക്ഷൻസും ആ ഒരു എന്തൊക്കെ ചെയ്യാൻ പറ്റും മാക്സിമം എഫേർട്ട് ലാസ്റ്റ് വരെ ചെയ്തിട്ടുണ്ട്. ഇത് വലിയൊരു സിനിമ തന്നെയാണ്. ഏറ്റവും കൂടുതൽ സിനിമയ്ക്ക് വേണ്ടി സമയം ചെലവഴിച്ച സിനിമകൾ ഇതായിരുന്നു. ഇതിലും വേറെ സിനിമകളുണ്ടാവും. ഇതിനു വേണ്ടിയുള്ള സമയം എത്രമാത്രം ഒരു ദിവസം മാറ്റിവെക്കായിരുന്നു? അല്ല, ഞാൻ 3 months ആയിട്ട് ടീച്ചറോട് ഈ വേറെ ഒരു പടം ചെയ്തിട്ടില്ല. എനിക്ക് ഇനിയാണ് പണിയുള്ളത്. ജാൻ തൊട്ട് ഈ മാർച്ച് എൻഡ് വരെ ഫുൾ പള്ളിച്ചട്ടപ്പിലായിരുന്നു. ഏറ്റവും കൂടുതൽ ഞങ്ങൾ ചെയ്ത ഏറ്റവും ഈ 3 പടത്തിൽ ഏറ്റവും കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്തത് ഈ പടത്തിലാണ്. ബിജോ പറഞ്ഞാല് അതിൽ നിന്ന് തന്നെ ഒരു സിനിമയാകുമ്പോൾ ഒരു കോമൺ മാന് വേണ്ടി കണക്ട് ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നത് ചെറിയൊരു പ്രോസസ് അല്ല. നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും. നമ്മൾ കേട്ടിട്ടുണ്ട്, ഞാൻ പറയണമെന്ന് ആഗ്രഹിക്കുന്ന കാര്യമാണല്ലോ ഒക്കെ കേൾക്കുന്നത്. അത് ചെറിയൊരു ഇപ്പം ട്യൂൺ സിനിമ എടുത്താലും ജനഗണമന എടുത്താലും ഒരു ഓഡിയൻസിന് ഉണ്ടാകുന്ന ഒരു ഇരിക്കുന്ന സീറ്റിൽ നിന്ന് എഴുന്നേക്ക് കൈയടിക്കുക എന്നുള്ളൊരു മൊമെന്റ് ഉണ്ടല്ലോ, അത് ചെറിയൊരു പ്രോസസ് അല്ല. പള്ളിച്ചട്ടമ്പിയിൽ അങ്ങനത്തെ ഒരു മൊമെന്റ് അല്ലെങ്കിൽ താങ്കൾ പറയണം അത് കേൾക്കണം എന്ന് ആഗ്രഹിക്കുന്ന കുറച്ച് കാര്യങ്ങൾ ഉണ്ടാവുമോ? എനിക്ക് തോന്നുന്നു പള്ളിച്ചട്ടമ്പി ഇപ്പോൾ ഒരു ഫിലിം മേക്കറിനെ സംബന്ധിച്ചിടത്തോളം എല്ലാ ജോണറും ട്രൈ ഔട്ട് ചെയ്യാന്നുള്ളതാണ്. ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം, ഇപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം പല രീതിയിലും പലരോടും ചോദ്യങ്ങൾ ചോദിക്കുക, അതാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത്. അതേപോലെ എനിക്കും ഡിഫറെൻറ്റ് ജോണേഴ്സ് ട്രൈ ചെയ്യണമെന്നുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു എൻ്റെ ഫിലിമോഗ്രഫിയിൽ ഒരു പീരിയഡ് സിനിമ ഞാൻ സ്വപ്നം കണ്ടതാണ്. എനിക്ക് തോന്നുന്നു അത് സുരേഷ് ഏട്ടനിലൂടെ അത് സാക്ഷാത്കരിച്ച് പള്ളിച്ചട്ടമ്പിയിൽ എത്തി വന്ന് നിൽക്കുമ്പോൾ ഇതിൽ ഈ പറഞ്ഞൊരു ചോദ്യങ്ങളോ അങ്ങനെയൊന്നുമല്ല, ഇതൊരു ടോട്ടലി ഡിഫറെൻ്റ് ഒരു സിനിമ. ഐ മീൻ അങ്ങനെയൊന്നും വലിയ ഡിഫറൻസോ കാലഘട്ടമാണല്ലോ, 1950 കാലഘട്ടമാണ്. അതിലുള്ള ചെറിയ ചെറിയ മാസ് മൊമെൻറ്റ്സുകൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ അകത്തുണ്ട്. നിങ്ങൾക്ക് കാണുമ്പോൾ അത് എൻജോയ് ചെയ്യാൻ സാധിക്കും. കോമൺ മാനെ കണക്റ്റ് ആവുക എന്ന് പറഞ്ഞാൽ ഈ സിനിമയിലെ കഥാപാത്രങ്ങൾക്കും കണക്റ്റായി സ്വാഭാവികമായിട്ടും പ്രേക്ഷകരായ നാളെ നിങ്ങൾ ആ വേൾഡുമായിട്ട് സഞ്ചരിക്കാൻ തുടങ്ങിയാൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് കണക്റ്റ് ആവും. അതാണ്. നമസ്കാരം സാർ. ഇപ്പം ഷിക്കാർക്ക് എഴുതിയ സമയത്ത് അല്ലെങ്കിൽ നമ്മൾ അതിപ്പോൾ ഓരോ കാലഘട്ടം ഓരോ റെപ്രസെൻറ്റേഷനാണ്. അപ്പോൾ ആളുകളുടെ ചിന്താഗതികൾ മാറും, അല്ലെങ്കിൽ ചെയ്യുന്ന വാക്കുകൾ മാറും, പറയുന്ന ആദ്യത്തെ എല്ലാം എൻ്റെ ഡിഫറെൻ്റ് ആണ്. അപ്പോൾ എത്രത്തോളം കെയർഫുൾ ആണ് സ്ക്രിപ്റ്റ് എഴുതുന്ന സമയത്ത് സാർ? ഇപ്പോൾ എങ്ങനെയാണ് ഞാൻ വിചാരിക്കുന്ന പോലെ തന്നെ ആയിരിക്കും പ്രേക്ഷകൻ സ്വീകരിക്കുക എന്നൊരു പ്രോസസ്സ് ഉണ്ടല്ലോ, എത്രത്തോളം ഈ സിനിമയെ കുറിച്ചാണ് പൊതുവായിട്ട് ഓരോ വിഷയത്തിലും നമ്മൾ സമീപിക്കുന്നത് ആ വിഷയം എന്താണോ ആവശ്യപ്പെടുന്നത് അത്രത്തോളം ഒരു അവധാനതയോടുകൂടെ അതിനെ സമീപിക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ ശരിക്കും എന്നെ സംബന്ധിച്ച് വ്യക്തിപരമായിട്ട് കുറച്ചുകൂടി കൂടുതൽ എഫർട്ട് എടുക്കേണ്ടി വന്നിട്ടുള്ള സ്ക്രിപ്റ്റാണിത്. കാരണം പ്രത്യേകിച്ച് ഇതൊരു ഒരു പീരീഡിനകത്തുണ്ട്, ഒരു രാഷ്ട്രീയ കാലാവസ്ഥ പോകുന്നുണ്ട്. പിന്നെ ഈ പള്ളിച്ചട്ടമ്പി എന്ന് പറയുന്ന ഒരു 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 കഥാപാത്രം നമ്മൾ ശരിക്കും ഒരു ചട്ടമ്പിക്കഥയാണ് ആഗ്രഹിക്കുന്നത്. ശരിക്കും ഒരു മലയാളിക്ക് എപ്പോഴും ഇഷ്ടമുള്ള ഒരു ചട്ടമ്പിക്കഥ ഉണ്ടാക്കാനുള്ള ഒരു ശ്രമത്തിൻ്റെ ഭാഗമായിട്ട് അതിനെ എങ്ങനെ വ്യത്യസ്തമാക്കാമെന്നുള്ളൊരു ചിന്തയിലാണ് നമ്മൾ ചരിത്രത്തിൽ ഈ പറഞ്ഞ പോലെ അധികം പരാമർശിക്കപ്പെടാതെ പോയിരിക്കുന്ന ഒരു കഥാപാത്രത്തെ നമ്മൾ കണ്ടെത്തുന്നത്. അതാണ് പള്ളിച്ചട്ടമ്പി. അതെന്താണെന്നുള്ളത് നമ്മൾ സിനിമയിലൂടെ കൂടുതൽ വ്യക്തമാക്കും. അപ്പോൾ ആ ഒരു കാലഘട്ടവും ഈ ചട്ടമ്പിയുടെ ജീവിതവും അതിനപ്പുറവും ഇപ്പുറവും നമ്മൾ പറഞ്ഞു വെക്കുന്ന കഥയും ഒക്കെ കൂടി ചേർത്ത് ഒരു വലിയ ക്യാൻവാസാണ്. ആ ക്യാൻവാസിനെ നമ്മളൊരു ഡോക്യുമെൻ്ററി പോലെ അവതരിപ്പിക്കാൻ, അല്ലെങ്കിൽ ഇപ്പം ടോബി പറഞ്ഞ പോലെ ഭാഷയുടെ കാര്യത്തിലാണെങ്കിലും
നമുക്ക് അത്തരം ഒരു ശാഠ്യത്തിലേക്ക് പോകാൻ പറ്റില്ല. പക്ഷെങ്കിൽ നമ്മൾ കാണുന്ന സാധാരണ പ്രേക്ഷകന് അത് ആ കാലഘട്ടമാണെന്ന് തന്നെ തോന്നണം. ആ നിലയ്ക്ക് ലാംഗ്വേജിലും ഒക്കെ അതിൻ്റെതായ മാറ്റങ്ങൾ വരുത്തി തന്നെയാണ് പോയിരിക്കുന്നത്. അപ്പോൾ വ്യക്തിപരമായിട്ട് എന്നെ സംബന്ധിച്ച് ഇതിനകത്തിപ്പോൾ ഈ പള്ളിച്ചട്ടമ്പി എന്ന് പറയുന്നൊരു കഥാപാത്രം ആദ്യം മുതലേ ടോവിയെ ആണ് ഇതിനകത്ത് കാണുന്നത്. ഞാനും ഡിജോയും സ്ക്രിപ്റ്റ് ചർച്ച ചെയ്ത ആദ്യഘട്ടം മുതൽ തന്നെ ടോവിയാണ് ഇതിനകത്തുള്ളത്. ഇത്രയും വർഷവും ടോവിയാണ് നിൽക്കുന്നത്. അപ്പോൾ ടോവി എങ്ങനെയാണ് ഈ ഒരു പള്ളിച്ചട്ടമ്പയായിട്ട് മാറുന്നതെന്നുള്ള ഒരു കൗതുകം എനിക്ക് വളരെയധികം ഉണ്ടായിരുന്നു. ഇപ്പോൾ ശരിക്കും നമ്മൾ ആദ്യ ഷോട്ടിൽ ടോവിയെ കണ്ടതിന് ശേഷം ഞാൻ ടോവിയെ ഒന്ന് ഹഗ് ചെയ്യുകയാണ് ചെയ്തത്. കാരണം വെച്ചാൽ എന്താണോ നമ്മൾ മനസ്സിൽ ആഗ്രഹിച്ചത് അങ്ങനെ അതേ ഗ്രേസോടുകൂടി ടോവിയെ നമുക്ക് കിട്ടിയെന്നുള്ളതാണ്. അപ്പോൾ അതിനകത്ത് ഞാൻ ഡിജോയ്ക്ക് വലിയ നന്ദി പറയുകയാണ്. കാരണം ടോവിയെ ആ രീതിയിൽ മോൾഡ് ചെയ്തതിൽ അത്ഭുതപ്പെടുത്തുന്ന ഒരു പ്രകടനമാണ് നമുക്ക് സിനിമയിൽ ടോവിയിൽ നിന്ന് കിട്ടുന്നത്. അത് ഇപ്പം തന്നെ നമുക്ക് വന്നിട്ടുള്ള ടീസറുകളും അല്ലെങ്കിൽ സോങ്ങിലും കൂടെ ഒക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ എനിക്ക് തോന്നുന്നത് ആ ഒരു കാലഘട്ടത്തെ നമ്മൾ കൃത്യമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ഞാൻ ശ്രമിച്ചു. അത് ഡിജോയിലേക്ക് എത്തി. അതിനുശേഷം അതിൻ്റെ മറ്റ് ഘടകങ്ങളിലേക്ക്, സംഗീതം ഉൾപ്പെടെയുള്ള ഘടകങ്ങളിലേക്ക് എത്തി. അതിൻ്റെ ഒരു വിജയം തന്നെയായിരിക്കും ഈ സിനിമ തരാൻ പോകുന്നതെന്നാണ് തോന്നുന്നത്. മലയാളികൾക്ക് കോഴിയുടെ ഫൈറ്റ് കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ അത് ഈ 2026 അമൽനീരന്റെ ഫ്രെയിമിൽ കാണാതെ ഇരട്ടി മുതലാണ്. വലിയ രീതിയിലുള്ള കാസ്റ്റാണ് വരാൻ ടൊവിനോ, ജസ്റ്റിനി, ശ്രീനാഥ് വാസി, ഇത് കുറെ അധികം താരങ്ങളുണ്ട്. ഈ എക്സൈറ്റ്മെന്റ് എത്രത്തോളം പടത്തിൽ ഫ്രെയിമിൽ വരാന്നുള്ളത് പറയുന്നത്? അത് ഞാനിവിടെ ഇരുന്ന് പറയുന്നതാണോ ഒഫീഷ്യൽ അനൗൺസ്മെന്റ് വരുന്നതാണോ ശരിക്കും എക്സൈറ്റിംഗ്? സത്യം ഒന്നും വേണ്ടതാ. എന്നാ പിന്നെ നമുക്ക് അതിനെ വെയിറ്റ് ചെയ്തോളാം. അല്ല എന്ത് പറഞ്ഞാലും സ്പോയിലർ അല്ലേ? അതായത് ആ സിനിമയുടെ ഭാഗത്തു നിന്നുള്ള ആൾക്കാർ പുറത്തു വിടാത്ത എന്ത് കാര്യം ഞാൻ വന്നിരുന്നു പറഞ്ഞാലും സ്പോയിലർ അല്ലേ? അല്ലേ അല്ലേ? അത് നിന്റെ ക്യൂരിയോസിറ്റി കൊണ്ട് ബാക്കിയുള്ള എല്ലാവരുടെയും സ്പോയിലർ ആക്കണം എന്ന് പറയുന്നത് എന്തൊരു സെൽഫിഷാടാ നീ. ഞാൻ ആഗ്രഹം കിട്ടോ ജീവിതത്തിൽ കുറച്ചും കൂടെ ഒക്കെ മറ്റുള്ളവരോടെ കൺസിഡർ ചെയ്യാൻ ജീവിക്കുമ്പോൾ. അതിനൊരു ഹാപ്പി ഞാൻ തരാം. അതിന്റെ ഇന്റർവ്യൂ ഒക്കെ ഓൾറെഡി കൊടുത്തു തുടങ്ങിയിട്ടുള്ളല്ലേ. അത് ഈ പറഞ്ഞ പോലെ മെയ് 14 റിലീസാണ്. അല്ല അത് ഭയങ്കര രസമുള്ള പടമായിരിക്കും. ഭയങ്കര രസമായിരിക്കും. അതിനെക്കുറിച്ച് എന്താ അറിയണ്ടത് ചോദിച്ചോ. പക്ഷെ എനിക്ക് കുറേ നാളായിട്ട് പരിചയമുള്ളതാണ് വിനീതേട്ടനൊക്കെ. ഞങ്ങൾ കുറേ നാളായിട്ട് ഫോണിലൂടെയും അല്ലാതെ നേരിട്ടും കാണുമ്പോൾ അത് കുഞ്ഞിരാമായണോ എന്നതിൻ്റെ മൊയ്തീൻ നടക്കുന്ന സമയത്ത് ആ സമയത്ത് ആണ് ഞാൻ ആദ്യമായിട്ട് വിനീതേട്ടനെ പരിചയപ്പെടുന്നത്. അന്ന് മുതൽ ഇടയ്ക്ക് വിളിക്കും, നമ്മളെ സിനിമകൾ കണ്ടിട്ട് വിളിക്കും, അപ്രിഷിയേറ്റ് ചെയ്യും. ഇതേപോലെ തിരിച്ചും അങ്ങോട്ടും നമ്മൾ സിനിമകൾ കാണും. എനിക്ക് ഭയങ്കര റെസ്പെക്ട് ഉള്ള ഒരാളാണ്. വിനീതേട്ടൻ്റെ കൂടെ ആണെങ്കിലും ഷാനിക്കയാണെങ്കിലും എനിക്ക് ഷാനിക്ക കാക്കനാട് താമസിക്കുന്ന സമയത്ത് ഞാനും എൻ്റെ ചേട്ടൻ്റെ കൂടെ ഞാൻ കുറച്ച് കാലത്ത് താമസിച്ചിരുന്നത് കാക്കനാട്. അപ്പോൾ ഞങ്ങൾ ഒരു അപ്പാർട്ട്മെൻറ്റ് കോംപ്ലക്സിലായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഞങ്ങൾക്ക് അടുത്തിടപഴകാനായിട്ട് സമയം കിട്ടിയിട്ടുണ്ട്. പിന്നെ ബേസിൽ ഓൾറെഡി ഞങ്ങൾ വളരെ അടുത്ത സുഹൃത്തുക്കളാണ്. അപ്പോൾ എല്ലാവരും കൂടിയിട്ട് ഭയങ്കര ഫൺ എക്സ്പീരിയൻസ് ആയിരുന്നു. ഇവർ മാത്രമല്ല ഇതിൻ്റെ റൈറ്റർ പോൾസൺ. അത് പോൾസനെ എനിക്ക് കുറേ നാളായിട്ട് അറിയാം. ബേസിൽ ഇതിന് മുമ്പ് ഒരു സ്ക്രിപ്റ്റ് പറയുന്ന സമയത്ത് പോൾസൺ ഉണ്ടായിരുന്നു ആ വർഷങ്ങൾക്ക് മുമ്പ്. പിന്നെ അതിനുശേഷം ഞങ്ങളെല്ലാവരും തമ്മിൽ വളരെ അടുപ്പമുണ്ടായിരുന്നു. ഇതിൻ്റെ സംവിധായകൻ അരുൺ അനിരുദ്ധൻ എന്ന് പറയുന്നത് മിന്നൽ മുരളിയുടെ റൈറ്റേഴ്സിൽ ഒരാളാണ്. ഇത് ഡെബ്യൂ ഡയറക്ഷനാണ്. പക്ഷേ ആ സിനിമ കാണുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ട്രെയിലറൊക്കെ കാണുമ്പോഴായിരിക്കും കുറച്ചുകൂടെ നിങ്ങൾക്ക് മനസ്സിലാവുക. പിന്നെ ആ സിനിമയിൽ വർക്ക് ചെയ്തിട്ടുള്ള ഭൂരിഭാഗം കോസ്റ്റ്യൂം ചെയ്തിട്ടുള്ള ഭക്ഷണാംശയാണ്, മേക്കപ്പ് റോണക്സേട്ടനാണ്. ഇതിലൊക്കെ ഞാനിപ്പോൾ ഈ കഴിഞ്ഞൊരു 4-5 സിനിമകളിൽ ഞാൻ പോയപ്പോൾ ഇതിലൊക്കെ മേക്കപ്പ് റോണക്സേട്ടനായിരുന്നു. അതുകാരണം എനിക്ക് എൻ്റെ ലുക്കിനെ പറ്റി ടെൻഷൻ ഉണ്ടായിരുന്നു. പുള്ളി നോക്കിയപ്പോഴും പോലെയായിരുന്നു. അപ്പോൾ ഇതുപോലെ പരിചയമുള്ള ആൾക്കാരാണ് അതിലുണ്ടായിരുന്നു ഭൂരിഭാഗം പേരും. പിന്നെ ആരൊക്കെ ഞാറ്റിങ്ങനെ പേര് പറയാൻ പറ്റുവാണെങ്കിൽ ഇവരെല്ലാവരും കൂടെ ഒരു ഭയങ്കര രസമുള്ള എക്സ്പീരിയൻസ് ആയിരുന്നു അതിൻ്റെ ഷൂട്ട്. അത് സിനിമയിലും പ്രതിഫലിക്കും തീർച്ചയായിട്ടും. ഓക്കെ, അതെ ഞങ്ങൾ ബാക്കിൽ വന്നിരുന്ന് ഇക്കളിയാക്കും. ഒന്ന് പോടാ, സിനിമ കണ്ടിട്ട് ആൾക്കാർ ചിരിച്ചിരിക്കില്ല, നമ്മൾ എന്ത് ചെയ്യും? കോമഡി ഒക്കെ ഉണ്ടാവാൻ സാധ്യത.
താങ്ക് യു ഗൈസ്, താങ്ക് യു. തീർച്ചയായും ഞാൻ ഒരു ഡിസ്ട്രിബ്യൂട്ടർ ആയതുകൊണ്ട് തന്നെ ഒരു കോംപ്രമൈസും ചെയ്തിട്ടില്ല. എനിക്ക് തോന്നുന്ന വൺ ഓഫ് ദി ബിഗ്ഗസ്റ്റ് റിലീസ് തന്നെ ആയിരിക്കും നമ്മുടെ സിനിമ നാളെ. ലോകം മുഴുവൻ ഏതാണ്ട് 34ഓളം രാജ്യങ്ങളിൽ സിനിമ ഇറങ്ങുന്നുണ്ട്. ഇന്ത്യയിലാണെങ്കിൽ പോലും, നോർത്ത് ഇന്ത്യയിലാണെങ്കിലും, കർണാടക, തമിഴ്നാട്, ആന്ധ്രത്തിൽ എല്ലാം ഏറ്റവും ദി ബെസ്റ്റ് ഡിസ്ട്രിബ്യൂട്ടേഴ്സ് തന്നെയാണ് നമ്മുടെ പടം തിയേറ്ററുകളിൽ എത്തിക്കുന്നത്. കേരളത്തിൽ ഞാൻ തന്നെയാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. അപ്പം കേരളത്തിൽ എനിക്ക് തോന്നുന്ന ഏതാണ്ട് 300-ൽ പരം സ്ക്രീനുകളിൽ ഇറങ്ങുന്നുണ്ട്. തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി ഈ 4 ഭാഷകൾ. ഇന്ത്യയിൽ 17-ാം തീയതിയാണ് റിലീസ്. ഈ പറയുന്ന സെൻസറിൻ്റെ പ്രശ്നങ്ങളുള്ളതുകൊണ്ട് ഓവർസീസിൽ എല്ലാ ഭാഷകളും നാളെ തന്നെ റിലീസ് ചെയ്യുന്നുണ്ട്. ചേട്ടാ, നമ്മൾ ഡിറ്റക്റ്റീവ് ജയിലിന് അത് ഒരു നോട്ടബിൾ ക്യാരക്ടറായിരുന്നു ചെയ്തിരുന്നത്. അതുപോലെ പടത്തിന്റെ ട്രെയിലർ കണ്ടു കഴിഞ്ഞാൽ ഒട്ടുമിക്ക ഭാഗത്തും ടോവിനോ ചേട്ടന്റെ ബാക്കിലായിട്ട് ഇങ്ങനെ എപ്പോഴും കാണുന്നുണ്ട്. അപ്പോൾ ഈ പടത്തിൽ ഉജ്ജ്വലിനെക്കായി മേളിൽ ചെയ്തു വെച്ചേക്കുന്ന ഒരിതാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ചേട്ടൻ ഈ ക്യാരക്ടറിനെ പറ്റി എന്താണ് പറയാനുള്ളത്? അല്ല, ഈ പറഞ്ഞ ടോവി ചേട്ടൻ്റെ കൂടെയുള്ള ക്യാരക്ടറാണ് ചെയ്യുന്നത്. എൻ്റെ ശിഷ്യൻ, എൻ്റെ ക്യാരക്ടറിൻ്റെ പേര് സാലി എന്നാണ്. അപ്പോൾ ടോവി ചേട്ടൻ്റെ ഒരു ശിഷ്യനായിട്ടുള്ള ഒരു ക്യാരക്ടർ ത്രൂ ഔട്ട് പോകുന്ന രീതിയിൽ ചെയ്തിട്ടുണ്ട്. അത് എത്രത്തോളം ഭംഗിയാക്കാൻ പറ്റുമോ അതത്ര ഞാൻ ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ബാക്കിയെല്ലാം നിങ്ങൾ കണ്ടിട്ട് അഭിപ്രായം പറയുക. റീൽസിലൊക്കെ കാണുന്ന പോലെ കോമഡി ടൈപ്പ് ആണോ അതോ കുറച്ച് സീരിയസ് ആ ഒരു പാറ്റേൺ? ഇല്ല, ഞാൻ ഈ പറഞ്ഞ റീൽസിൽ മാക്സിമം ആ അഭിനയം ഇതിനകത്ത് വരാതിരിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ അത് എത്രത്തോളം വന്നെന്ന് എനിക്കറിയാൻ വയ്യ. അപ്പം ബാക്കി കണ്ട് ഇപ്പൊ ഏറ്റവും കൂടുതൽ ട്രെൻഡിങ് നിൽക്കുന്ന വാഴ 2 ഇറങ്ങി. അപ്പോൾ വിജയനൊക്കെ ഇതേപോലെ ഒരു കഥാപാത്രം കിട്ടുമ്പോൾ ഉണ്ടാകുന്നൊരു റിയാക്ഷൻ ഉണ്ടല്ലോ, അതേപോലെ ഏറ്റവും കൂടുതൽ വെറുക്കുന്ന ഒരു അച്ഛനായിട്ട് മാറി ആ കഥാപാത്രം ചെയ്ത സമയത്ത്. ഇങ്ങനെ ഒരു അച്ഛനുണ്ടല്ലോ, അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒരു അച്ഛനെ കാണാൻ പറ്റിയില്ല എന്നൊക്കെ അതൊരു റിയാക്ഷൻ ഉണ്ടല്ലോ. ഒരു ആ ഒരു കഥാപാത്രം കൊടുക്കുന്ന ഒരു റിസൾട്ടാണ്. അപ്പൊ പള്ളിച്ചട്ടമ്മയിൽ അതേപോലത്തെ ഒരു ആക്ടറിനെ അങ്ങനത്തെ ഒരു ബ്രേക്ക് ത്രൂ കിട്ടുന്ന കഥാപാത്രം കിട്ടുന്ന ചെറിയൊരു കാര്യമല്ല. ഇതിലെ കഥാപാത്രത്തോട് വാഴയിൽ ഈ പറയുന്നോട്ട് എല്ലാവരും വെറുക്കുന്ന ഒരു കഥാപാത്രത്തിലാണ് വാഴയിൽ എന്നെ വെച്ചിരിക്കുന്നത്. പക്ഷേ ഡിജോ അതുപോലെ തന്നെ വേറൊരു ലെവലിലാണ് ഇത് വെച്ചിരിക്കുന്നത്. നമ്മുടെ വലിയൊരു പെർഫോമൻസ് അല്ലെങ്കിലും വലിയ സിനിമയുടെ ഭാഗമായിട്ട് ഒരു കൃത്യമായ സ്ഥലത്ത് എന്നെ പ്ലേസ് ചെയ്തിട്ടുണ്ട് ഡിജോ. അതാണ് എനിക്ക് പറയാനുള്ളത്. താങ്ക് യു. ഒപ്പം വാഴ എന്ന സിനിമ 1 ഹിറ്റായി അതിൻ്റെ ഭാഗമാകാൻ കഴിഞ്ഞുള്ള സന്തോഷം കൂടി ഞാൻ അറിയിക്കുന്നു. താങ്ക് യു. ചേട്ടാ, ശിഷ്യനെ പറ്റി 2 വാക്ക്. ഇത്രയും ചോദ്യം ഉണ്ടായിട്ട് ഇവൻ ഇത്ര ലാസ്റ്റ് വരെ വെയിറ്റ് ചെയ്ത് എന്തിനാണെന്ന് ഞാൻ ആഗ്രഹിക്കുന്നത്. എല്ലാവർക്കും ഉള്ള ക്വസ്റ്റ്യൻ കയ്യിലുണ്ടായിട്ടാണോ? ഭയങ്കര അടിപൊളിയായിരുന്നു. അതായത് ഞാൻ കുഡൂസ് മീഡിയയുടെ വീഡിയോസൊക്കെ മുമ്പ് കണ്ടിട്ടുണ്ടല്ലോ. എന്നെക്കാളും കൂടുതൽ വീട്ടിൽ പിള്ളേരുള്ള കാരണം കൊണ്ട് അവരാണ് കുറച്ചും കൂടെ നമ്മളെക്കാൾ ഇതിലൊക്കെ അപ്ഡേറ്റഡ്. അപ്പോൾ അങ്ങനെ എനിക്കറിയാം. ഞാൻ പിള്ളേർ കൂടെ ഇരുന്നിട്ട് ഇങ്ങനെ ഐപാഡ് കാണുന്നൊരു പരിപാടിയുണ്ട് ഉറങ്ങുന്നതിന് മുമ്പ്. അപ്പോൾ ആ സമയത്ത് ഞങ്ങൾ കാണുന്നത് റീൽസിൽ തീർച്ചയായിട്ടും കുഡൂസ് മീഡിയ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഡിജോ പറഞ്ഞു ഇങ്ങനെ നിബ്രാസാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞപ്പോൾ തൊട്ട് എനിക്ക് അറിയാമായിരുന്നു നിബ്രാസാണെന്നുള്ളത്. പിന്നെ വന്നിട്ടാണെങ്കിൽ നമ്മൾ ഭയങ്കര എളുപ്പത്തിൽ നമ്മൾ സിങ്കായി. അങ്ങനെ എല്ലാ ദിവസവും അത്യാവശ്യം നല്ല ഫണ്ണായിട്ട് തന്നെയാണ്. പിന്നെ വയ്യാത്ത കുട്ടിയായതുകൊണ്ട് ഇല്ല കേട്ടോ, അവൻ വളരെ ആരോഗ്യവാനാണ്. അല്ലേ? അല്ല, ഭയങ്കര രസമായിരുന്നു. ഇടയ്ക്ക് നിബ്രാസിൻ്റെ സുഹൃത്തുക്കളും ലൊക്കേഷനിൽ വരാറുണ്ട്. അവരെയും പരിചയപ്പെടാൻ പറ്റിയിട്ടുണ്ട്. അടിപൊളിയാണ്. നിബ്രാസിനും എല്ലാവിധ ആശംസകളും. ഇനിയും തുടരെ ഗംഭീരമായിട്ടുള്ള കഥാപാത്രങ്ങളും നല്ല സിനിമകളുടെയും ഭാഗമാവാനും പറ്റട്ടെ എന്ന് ആശംസിക്കുന്നു. ഓക്കെ, താങ്ക് യു സോ മച്ച്.